ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ലിവ് ലെറ്റ് ലിവ് സീരീസിന്റെ മറ്റൊരു അധ്യായം കൂടി ബിഫോർ എൻഡിങ് 2024, ഡീക്ലട്ടറിങ് അവർ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്ന വിഷയവും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒരു 30 സെക്കൻഡ് മൈൻഡ്ഫുൾ ആയിട്ട് ഇത് കേൾക്കാനും റിസോഴ്സ് പേഴ്സണ് നമ്മൾക്ക് ആവശ്യമുള്ളത് മൈൻഡ്ഫുൾനെസ്സോട് കൂടി നമ്മളിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഡയറ്റ്, എക്സസൈസ്, സ്ലീപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇതെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. പക്ഷെ ഡിജിറ്റൽ ടൂൾ എന്ന് പറയുന്നത്, ടെക്നോളജി ഇല്ലാതെ ഇനിയൊരു ജീവിതം നമുക്ക് മുന്നോട്ടില്ല. സോ 2025 നമ്മൾ കടക്കുമ്പോൾ എങ്ങനെ നമ്മൾ നമ്മുടെ ഡിജിറ്റൽ സ്പേസിനെ ഒരു ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ആവശ്യമാണെന്ന്, പക്ഷെ ഹൗ ടു ഡു എന്നുള്ളത് നമ്മൾ ആരും ചെറുതിലെ മുതൽ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഹ്യൂമന്റെ ഒരു സൂപ്പർ സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്. പ്രചോദനയ്ക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. കാരണം പ്രചോദനയുടെ ജേർണിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ എപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ ഡിജിറ്റൽ ഗുരു എന്നുള്ളത്. കാരണം രഞ്ജിനി ചേച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒഫീഷ്യലി നമ്മൾ ആലിസ് മാഡം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിരുന്നാലും ചേച്ചി പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് പലപ്പോഴും നമ്മുടെ ചുറ്റുന്ന ആൾക്കാർ പറയും കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന്. ചേച്ചിയുടെ നെറേറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെഷനിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. ആ കൊക്കിന്റെ വലുപ്പം നമ്മളാണ് നിശ്ചയിക്കുന്നത്, നമ്മുടെ കൊക്കിന്റെ. അതിന്റെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് എക്സസൈസ് ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ആ കൊക്കിന്റെ വലുപ്പം കൂട്ടാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അങ്ങനെ ഒരുപാടധികം ടിപ്സ് ഞങ്ങൾ തുടക്കത്തിൽ ക്ലാസ് എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഓർക്കുന്ന വേറൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവ്രി മാസ്റ്റർ ഇസ് എ ഡിസാസ്റ്റർ ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഉണ്ടാക്കാനും പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനും എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചതാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ ഒരു ഡീക്ലട്ടറിങ് അവർ ഡിജിറ്റൽ സ്പേസ് എന്നത് തീർച്ചയായിട്ടും ടെക്നോളജി ഒരു ടൂളാണ്. അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ള ടിപ്പ് ഇന്ന് നമുക്ക് കൊണ്ടുപോകാം. മൈൻഡ്ഫുൾ ആയിട്ട് എല്ലാവർക്കും ഈ സെഷൻ എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നൗ ഐ ഇൻവൈറ്റ് ആലിസ് മാം ടു ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് മിസ്സസ് രഞ്ജിനി നരേന്ദ്രനാഥ്. ഓവർ ടു യു മാം. താങ്ക് യു ഉഷ. Am I audible? Yes ma'am. Okay. നമ്മുടെ ഇൻസൈറ്റ് ലീവ് ആൻഡ് ലെറ്റ് ലീവ് സീരീസിന്റെ 11ാമത് സെഷനാണിത്. അത് നമുക്ക് എടുത്തു വരുന്നത് പ്രചോദനയുടെ തന്നെ ഉഷ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഗുരു എന്ന് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുക. കാരണം ഒന്നും അറിയാതിരുന്ന ഒരു കാലത്ത് ക്രിയേറ്റീവ് തിങ്കേഴ്സിലൂടെ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു ബാലപാഠം തന്നെയെങ്കിലും മനസ്സിലാക്കാനും, അതുപോലെ തന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉഷ ഉണ്ടാക്കുന്ന PPT ഒക്കെ ബാക്കിൽ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുക എന്നുള്ളത്. അതിനു മുമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന PPT ഒന്നും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല. അപ്പൊ ഇതുപോലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുന്നത് തന്നിട്ടുള്ള ഒരാളാണ് രഞ്ജിനി. അപ്പം നമുക്കറിയാം ഷീസ് എ ഡൈനാമിക് ഇൻഡിവിജ്വൽ. Her expertise includes content writing, digital marketing, and web designing. With a triple graduation
and dual master's degree in English and linguistics. She is the founder of Truly Converting Content and Research and Training Institute, where she empowers business owners to establish and grow their online presence. She has guided more than 1,000 entrepreneurs and micro businessmen in building their digital influence. Her passion for digital empowerment and commitment to personal growth make her a visionary leader, inspiring people of all ages to embrace digital education. I hope decluttering our digital space helps us to improve our productivity, moreover, the mental clarity. And a clutter-free digital environment gives us more focus, efficiency, and peace of mind in 2025. Let us learn from our digital guru, Ranjini Narendranath. Welcome, Ranjini. താങ്ക് യു മാം. താങ്ക് യു ഉഷ. പ്രചോദനയുടെ കഴിഞ്ഞ 4 കൊല്ലത്തെ ഗ്രോത്തില് ഞാനും ഒരു സാക്ഷിയാണ്. പ്രചോദനയുടെ ഗ്രോത്ത് എവിടെന്ന് നമ്മൾ കോവിഡ് സമയത്ത് എല്ലാവരും ഒത്തുകൂടി ഇതുപോലെയുള്ള സെഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഡെയിലി സെഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോയൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് പ്രചോദനമായിട്ട് ഞങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് വന്നത്. അപ്പൊ എല്ലാവരും അവരവരുടെ എക്സ്പെർട്ടീസ് പോറിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ തുടങ്ങിയ ഈ ഒരു സംരംഭം ഇന്ന് ഈ ലെവലിൽ വളർന്നു നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് എംപവേർഡ് ആണ് സത്യം പറഞ്ഞാല്. അപ്പം കഴിഞ്ഞൊരു സെഷനിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇതുപോലെ ഒരു യാത്ര പോവുകയാണ്. അപ്പൊ ആ കുട്ടി എന്നെക്കാളും കുറച്ച് ഇളയതാണ്. അപ്പൊ ആ കുട്ടി ഇരുന്നിട്ട് സീരിയൽ കാണുകയാണ് ഫോണിൽ ഇരുന്നിട്ട്. ബിക്കോസ് സീരിയൽ മിസ്സായി, അതുകൊണ്ട് യാത്രയുടെ ഇടയ്ക്ക് അത് കണ്ട് ഫിനിഷ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി എനിക്കൊരു എനിക്കൊരു ബുക്ക് വായിച്ചിടാനുണ്ട്, ആ വോയിസ് നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ എങ്ങനെയൊക്കെ ഗ്രോ ചെയ്തു എന്നൊക്കെ ആക്ച്വലി ആ കുട്ടി എന്നോട് അപ്പൊ പറയുവാണ്, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പറയാണ്, അയ്യോ ചേച്ചി ഞാൻ ശരിക്കും എന്തൊരു മണ്ടത്തര കാണിച്ചു. ഞാൻ ഈ സീരിയലൊക്കെ ഇരുന്നുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കോണ്ടന്റ് ഇരുന്നുകൊണ്ട് കാണുകയാണ്. ഇതിന് പകരം ഞാൻ ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര നന്നാവുമായിരുന്നു എന്ന് ആ കുട്ടി എന്നോട് പറയുമായിരുന്നു. അപ്പൊ ഇതൊരു റിയൽ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊരു ഗ്രോത്ത് പ്ലാറ്റ്ഫോം ആണ്. ശരിക്കും പറഞ്ഞാൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ദ മോർ വി ലിസൺ ടു people, the more we listen to positive things, the more we listen to challenging things, the more we learn, the more we grow, and together we grow for a better future. നമ്മൾ ടച്ച് ചെയ്യുന്ന കുറെ അധികം ലൈഫ്സ് ഉണ്ട്. ആ ലൈഫ്സ് എല്ലാം ബ്യൂട്ടിഫുൾ ആവുകയാണ് നമ്മുടെ പ്രസൻസോടുകൂടി. വെൻ വി ഗ്രോ, ഹോൾ ഫാമിലി ഗ്രോ. അതാണ് അതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ വിതൗട്ട് ഫർദർ അഡു വിൽ സ്റ്റാർട്ട് ദ സെഷൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എങ്ങനെ നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ സ്പേസ്, അതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. നമുക്കിപ്പോ ഫോൺ മാത്രമല്ല, നമ്മളുടെ ഫോണിലുള്ള വാട്സാപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയില്, മൊബൈൽ, നമ്മുടെ കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്ന എൻ്റെ ലാപ്ടോപ്പിൽ നിന്നാണ്. അപ്പൊ ലാപ്ടോപ്പിലുള്ള സ്പേസ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അതിലെല്ലാം കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് നിറച്ചു വെക്കാതെ, വർക്കിന്റെ പ്ലാറ്റ്ഫോമാണ് ഞാൻ വർക്കിന് വേണ്ടി യൂസ് ചെയ്യാണ്. അപ്പം മെജോറിറ്റി എൻ്റെ വർക്ക് തന്നെയാണ് ഇതിലുള്ള. അപ്പൊ അതിനൊക്കെ ചെറിയ ചെറിയ ഫോൾഡേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ എടുത്തു വെക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ ഒരു 2 വർഷം ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ 2 വർഷത്തേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കോൺമാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഡീക്ലട്ടറിങ് മാത്രം ഫോക്കസ് ചെയ്യുന്ന, മിനിമലിസ്റ്റിക് ഡീക്ലട്ടറിങ് ഫോക്കസ് ചെയ്യുന്ന കോൺമാരി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ വാർഡ്രോബിൽ നമ്മൾ 2 കൊല്ലമായിട്ട് യൂസ് ചെയ്യാതെ വെക്കുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് കളയാം, അല്ലെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഈ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് 2 കൊല്ലമായിട്ട് യൂസ് വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല കേട്ടോ. ഫോട്ടോസിൽ നമ്മൾ പാലിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ഫ്രെയിം കോമ്പോസിഷൻ തന്നെ ഒരു 6 എണ്ണം കടകടകടവും നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരെണ്ണം വെച്ചിട്ട് ബാക്കി 5 എണ്ണം ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഫോൾഡറിനകത്ത് ഇങ്ങനെ എല്ലാം കൊണ്ടുവച്ചിട്ട് ഒരു ഇയർ
ലേക്ക് അതെല്ലാം കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ ഇയർ വൈസ് അങ്ങനെയാവും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറെ ഡീക്ലട്ടറിങ് സമയം. അപ്പൊ ഈ 2 കൊല്ലം എന്നുള്ളത് മനസ്സിരിക്കട്ടെ, നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഞാനൊരു PPT പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ PPTയിലൂടെ ഓരോ പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 1 hour 45 minutes to 1 hour ആയിരിക്കും. ഇതിന് ശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, നിർബന്ധമായിട്ടും മറന്നു പോവാതെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എൻഡിൽ നമുക്ക് ചോദിക്കാം. ഇനി ആർക്കെങ്കിലും ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാറ്റിൽ ഇട്ടിട്ട് ഇടയ്ക്ക് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യരുത്, മുഴുവൻ കേൾക്കണം എല്ലാവരും, കൂടെ തന്നെ വരണം എല്ലാവരും. പോണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പോവാം, പിന്നീട് നമുക്ക് വന്നിട്ട് അത് കേൾക്കാം. ഓക്കെ ഉഷ, ഞാൻ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോന്ന് ഒന്ന് പറഞ്ഞേക്കൂ കേട്ടോ. ഓക്കെ. യെസ്, ഒന്ന് തുടങ്ങി. കാണാലോ അല്ലേ? ഓപ്പൺ ആവുന്നു. വിൻഡോ ഓപ്പൺ ആയി. ആ ഞാൻ കുറച്ച് സമയം എടുത്തു ഇതൊന്ന്. എനിക്ക് 1-2 സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പൊങ്ങി വന്നു. സൂം ഇപ്പൊ കുറച്ചായി ഞാൻ യൂസ് ചെയ്തിട്ട്, ഗൂഗിൾ മീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് ഓക്കെ അടിച്ച് വിടാനുള്ള നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ അടിക്കരുത്, ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പൊ കണ്ണാടി അടുത്തൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്നൊന്ന് പിഞ്ച് സൂം ചെയ്തിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് ഇവര് പറയുന്നത്. ഇപ്പൊ എന്റെ അമ്മ ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മയാണ്. അമ്മയെ ഒന്ന് ഡിജിറ്റലി ഒന്ന് യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന, ഫോൺ യൂസ് ചെയ്യുന്നൊക്കെ ഒന്ന് അതാക്കാനായിട്ട് എനിക്ക് വർഷങ്ങൾ എടുത്തു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അപ്പൊ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അമ്മയ്ക്ക് അറിയണില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പൊ ഞാൻ അമ്മയടുത്ത് പറയും, അമ്മ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. അപ്പൊ ഞാനിവിടെ ഇല്ലാത്ത സമയമാണെങ്കിൽ അമ്മയെക്കൊണ്ട് വായിപ്പിക്കും. അമ്മയ്ക്ക് അങ്ങ് ഇതാണ്, നമ്മളെല്ലാവർക്കും സംഭവിക്കും ഇത്. നമ്മളങ്ങ് പേടിച്ചു പോകും, എന്താണ് ഏതാണെന്ന് അറിയില്ല. ഒന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമും യൂസർ ഇന്റർഫേസുകളാണ്. ഈ യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുന്ന UX ഡിസൈനേഴ്സ് ഉണ്ട്, ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നതാണ്, വെബ്സൈറ്റ് ഡിസൈനേഴ്സ് ഒക്കെ. ഒരു യൂസർ ഇന്റർഫേസ് എങ്ങനെ പരമാവധി ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നതുകൊണ്ട് അവർ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഇവരിത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. എന്താ അറിയോ, ഈ ലോവസ്റ്റ് ഓഫ് ദ ലോവസ്റ്റ് ഡിനോമിനേറ്ററിനും യൂസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ് അവരത് ഇത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും പൊട്ടിത്തെറിക്കാനൊന്നും പോണില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പം ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും. വെറുതെ ഓക്കെ അടിച്ച് നമ്മൾ മുന്നോട്ട് പോരുത്. ചിലപ്പം നമ്മൾ അടിക്കുന്ന സാധനം ഓക്കെ പറയാൻ പാടില്ലാത്ത സ്ഥലമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഡീക്ലട്ടറിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്തിനാണ് നമ്മൾ ഡീക്ലട്ടർ ചെയ്യുന്നതെന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിനെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതായത് എൻ്റെ അമ്മയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അമ്മ എന്തെങ്കിലും ഇപ്പൊ ക്യാഷോ എന്തെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അമ്മ സാരിയുടെ ഇടയ്ക്ക് ഒളിപ്പിച്ചു വെക്കും. ഇത് വലിയൊരു പ്രോബ്ലമായി മാറി അവസാനം. എന്താണെന്ന് വെച്ചാൽ സാരി മുഴുവൻ, എല്ലാ സാരിയും കുടഞ്ഞു നോക്കാതെ, എടുത്ത് കിടക്കയിലിട്ട് കുടഞ്ഞു നോക്കാതെ ആ സെർച്ച് പൂർത്തിയാവില്ല. ഇപ്പൊ സമാധാനം ഇല്ല, എവിടെയാ വെച്ചതെന്നുള്ളത് മറന്നുപോയി. ഒരു 10-20 സാരി ഉണ്ടെങ്കിൽ, അല്ലെ 50 സാരി ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് എവിടെ തപ്പി യു ആർ ട്രൈങ് ടു ഫൈൻഡ് എ നീഡിൽ ഇൻ ദ ഹേ സ്റ്റാക്ക്. അപ്പൊ എന്ത് പറ്റും, നമ്മുടെ ഹോൾ ഡേ ഡിസ്റ്റർബ്ഡ് ആവും. ചിലപ്പോ അമ്മ രാവിലെ തപ്പും, അത് കഴിഞ്ഞ് ഊണ് കഴിച്ചിട്ടൊന്നും, പിന്നെ ഉച്ചയ്ക്കും തപ്പും. അങ്ങനെ ഞാൻ അമ്മയെ കൊണ്ട് അവസാനം പ്രോമിസ് ചെയ്യിച്ചു, അമ്മ നെവർ പുട്ട് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻസൈഡ് യുവർ സാരീസ്. എന്റെ കയ്യിൽ അഴിച്ച് ഞാൻ സത്യം ചെയ്യിച്ചു. എന്നിട്ട് ഇന്ന് അതിന് ശേഷം വീട്ടിൽ ഭയങ്കരമായ സമാധാനമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ അലമാരി അമ്മയ്ക്ക് തുറക്കേണ്ടി വരാറില്ല, ബിക്കോസ് അതിലമ്മ വെക്കില്ല എന്നറിയാം. അപ്പൊ തപ്പുണ്ടെങ്കിൽ ഡെസിഗ്നേറ്റഡ് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം തപ്പിയാൽ മതി. ആ ലെവലിലേക്ക് അമ്മയെ കൊണ്ടുവന്ന് സെക്യൂർ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബിക്കോസ് പ്രായമായവർക്ക് നമ്മൾ നമ്മൾ യൂഷ്വൽ അല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ പോയി,
എനിക്കും ആ പ്രശ്നമുണ്ട്. ഞാൻ യൂഷ്വൽ അല്ലാത്തൊരു സ്ഥലത്ത് ഭദ്രമായിട്ട് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലും കള്ളന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് പോട്ടെ, എനിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ലെവലിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ നമുക്ക് ഈ ഡിജിറ്റലി നമുക്ക് ആ പ്രോബ്ലം ഇല്ല. നമ്മൾ കുറച്ച് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മതി. ഒരു ഫോൾഡർ നെയിം കൊടുക്കുക, ഇയർ വൈസ് ഒക്കെ ഒന്ന് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാവും. വാട്സാപ്പിൽ വരുമ്പോൾ വേറൊരു സ്ട്രാറ്റജിയാണ്, അത് ഞാൻ പിന്നീട് പറഞ്ഞത്, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ സ്ക്രീന് വിസിബിൾ എൻ- അല്ലാട്ടോ ചേച്ചി. ആ ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് സ്ക്രീൻ കണ്ടതേ ഇല്ല. ഇല്ലായിരുന്നു. ആ, ആ. ഇപ്പോഴോ കാണുന്നുണ്ടോ? വൈ വി നീഡ് ടു ഡീക്ലട്ടർ ഇപ്പൊ വന്നു. ആ ആ. അപ്പൊ ഇനി സ്ക്രീൻ കാണില്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. പറയാം. ഓക്കെ. അപ്പോ വൈ വി നീഡ് ടു ഡീക്ലട്ടറിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഫോക്കസ് നല്ലപോലെ ഇൻക്രീസ് ആവും, അതുപോലെ നമ്മളുടെ ഫ്രീസ് അപ്പ് ലോഡ് ഓഫ് വാല്യുബിൾ സ്റ്റോറേജ് സ്പേസ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പൊതുവെ വീഡിയോസ് ഇങ്ങനെ അയച്ച് നമുക്ക് കിട്ടുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഞാൻ അതൊന്നും ഫോർവേഡ് ചെയ്യാറേ ഇല്ല. അതുപോലെ തന്നെ കുറേ ഫോട്ടോസ് ഫോർവേഡ് ചെയ്യാറേ ഇല്ല. ഒന്നോ രണ്ടോ ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ അതെടുത്ത് ഒരു ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ട് ഷെയറിംഗ് പെർമിഷൻ വ്യൂ ടു എനിബഡി ഹു ക്യാൻ വ്യൂ ഹു എനിബഡി ഹാസ് ദറ്റ് ലിങ്ക് ക്യാൻ വ്യൂ എന്നുള്ളതിൽ റെസ്ട്രിക്ഷൻ മാറ്റിയിട്ട് ആ ലിങ്ക് അയച്ചു കൊടുക്കുക. ലിങ്ക് എന്ന് പറയുന്ന ഫ്യൂ അക്ഷരങ്ങളാണ്, ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആണ്. അത് ടെക്സ്റ്റ് ആയതുകൊണ്ട് അതിന് വലിയ സ്പേസ് എടുക്കില്ല. അതേസമയം നമ്മളൊരു ഫോട്ടോ അയക്കുകയാണെന്ന് വിചാരിക്കുക, അത് ചിലപ്പം 5 GB മേളിലുണ്ടാവും, അല്ലെങ്കിൽ ചിലത് 15 GB മേളിലുണ്ടാവും. സോറി, എം ബി എന്ന് പറയുന്നത് GB യെക്കാളും ചെറുതാണ്. KB എന്ന് പറയുന്നത് MB യെക്കാളും ചെറുതാണ്. അപ്പൊ കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ഇത് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അത് മൾട്ടിപ്പിൾസിൽ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു സിനിമ, ഞാൻ ഉദാഹരണത്തിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. ഒരു സിനിമ എന്ന് പറയുന്നത് ഗിഗാബൈറ്റ്സിലാണ് ഉണ്ടാവുക. 2 GB ആണ് കഴിഞ്ഞ ദിവസം ഒരു മൂവി ഞാൻ കണ്ടത്. 2 GB. അതും അങ്ങനത്തെ നല്ല സൗണ്ട് എഫക്ട്സ് ഉള്ള മൂവിയാന്ന് വിചാരിച്ചോ, അതൊരു 10 GB മേളിൽ പോകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് 500 GB സ്പേസ് ഉള്ള സാധനമാണ്. ഇതിലിപ്പോ ഞാനൊരു 10 GB മൂവി കൊണ്ടിട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഓൾമോസ്റ്റ് ഫുൾ ആവും. അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വലിയ വീഡിയോ ഫയൽസ്, അതുപോലെ തന്നെ മ്യൂസിക് ഫയൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോറേജ് സ്പേസ് ഫില്ല് ആയിക്കൊണ്ടിരിക്കും. ഫോൺ ഹാങ് ആവും, ഫോണിന് വർക്കിംഗ് സ്പേസ് കുറയും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളൊന്ന് ഡീക്ലട്ടർ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. പിന്നെ അടുത്തത്, ബിഫോർ യു ഡീക്ലട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 വർഷത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇഫ് യു ആർ നോട്ട് യൂസിങ് ഇറ്റ് ഫോർ 2 years, ഓൾമോസ്റ്റ് ഷുവർ ആയിരിക്കാം അതിനി യൂസ് ചെയ്യില്ല. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ഇനി സപ്പോസ് നമ്മൾ യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ കാണുന്നത് ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെൻ ഡ്രൈവ് വാങ്ങുക. 1 TB ടെറാബൈറ്റ്, ജിഗാബൈറ്റിന്റെ 1000 GB ആണ് ഒരു ടെറാബൈറ്റ്, 1000 MB ആണ് ഒരു ജിഗാബൈറ്റ്, പിന്നെ 1000 KB ആണ് ഒരു മെഗാബൈറ്റ്. അപ്പൊ ഒരു ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സ്പേസ് ആണ്. ഇതുപോലത്തെ 2 കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് സ്പേസ് ഉള്ളതാണ് ഒരു ടെറാബൈറ്റ്. ഒരു ടെറാബൈറ്റിന്റെ പെൻഡ്രൈവ് വാങ്ങാൻ സകല സാധനം നമുക്ക് അതിൽ കൊണ്ടുപോയിട്ട് ഇയർ വൈസ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ എൻഡ് ഗോൾ എന്താന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കാം. ഫോൺ ക്ലീൻ ചെയ്യാനാണോ, അതോ വാട്സപ്പ് ക്ലീൻ ചെയ്യാനാണോ, അതോ ഇമെയിൽ ക്ലീൻ ചെയ്യാനാണോ? ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ട് അന്നേ ദിവസം ഒരു കാര്യം ചെയ്യാം. ഇത് ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഒരു തവണ 5 GB കോണ്ടന്റ് മാത്രം വെച്ചിട്ട് എൻ്റെ വാട്സപ്പ് മുഴുവൻ ക്ലീൻ ചെയ്തു. ഏകദേശം 25 GB സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു അതിനകത്ത്, സ്റ്റോർ ചെയ്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തൂത്തുവാരി മിനിമം 5 ആക്കിയിട്ട്, അതുകൊണ്ട് എനിക്ക് 1 year പോകാൻ പറ്റി. 1 year കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞു, പിന്നെ വീണ്ടും അതെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പൊ ഇതിൽ വലിയ റോക്കറ്റ് സയൻസും കാര്യങ്ങളൊന്നുമില്ല. കീപ് ഇറ്റ് സിമ്പിൾ സ്റ്റുപ്പിഡ്. കിസ് പ്രിൻസിപ്പിൾ എന്നാണ് പറയാം. കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്റ്റുപ്പിഡ് എന്നാണ്. ഇത് അത്ര സിമ്പിൾ ആണ്, ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വേണ്ടാത്ത സാധനം ഡിലീറ്റ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ യൂട്യൂബിൽ ചില കമന്റ്സ് നമ്മൾ യൂട്യൂബ് ഇടുന്നവരാണെങ്കിൽ കമന്റ് പറയും ആൾക്കാർ വന്നിട്ട്. നമ്മുടെ വീടിന്റെ മുമ്പിൽ ആരെങ്കിലും ചപ്പയോറോ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് മാറ്റിക്കളയും നമ്മൾ.
അത് നമ്മൾ റിമൂവ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഈ വേണ്ടാത്ത കമന്റ്സ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്ന് പറയുന്ന പോലെ നമ്മുടെ അറ്റൻഷൻ സ്റ്റാക്ക് ഇൻക്രീസ് ചെയ്യാനാണ് ഈ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പം ഹാവിങ് ലെസ് ഈസ് മോർ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഈ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, range.in/secret എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാവരും പറ്റുകയാണെങ്കിൽ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത്, ഞാൻ പിന്നീട് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ആ ഒരു വീഡിയോ കേൾക്കണം. ഏൾ നൈറ്റിംഗേലിന്റെ ഒരു വീഡിയോ ആണ്. സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് എന്താണെന്നുള്ള അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം ഒരു 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 ഇതുപോലെ നമ്മൾ എടുത്ത് ഒരു വ്രതം പോലെ എടുത്തിട്ട് നമ്മൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാവുന്നത് ഈ ഡീക്ലട്ടറിങ് ആണ്. അപ്പൊ ഡീക്ലട്ടറിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഏൾ നൈറ്റിംഗേൽ പറയുന്ന ഒന്ന് കേട്ട് നോക്കുക. നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, എത്ര നാള് ചെയ്യണം പ്രൊലോങ്ഡ് ആയിട്ട്, എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇതാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. അത് നമ്മൾ വഴിയേ വരും. എന്താണ് നമുക്ക് ഒരാളൊരു ലിങ്ക് ഇങ്ങോട്ട് അയച്ചു തരികയാണ്. ആ ലിങ്കിന്റെ സ്ട്രക്ചർ നമ്മൾ സ്റ്റഡി ചെയ്ത് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അതിനു മുമ്പ് ഈ ഡീക്ലട്ടർ ഇമെയില് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ജിമെയിലിൽ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോളിൽ എല്ലാവരും തന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗൂഗിളിന്റെ ജിമെയിലാണ് ഇമെയിൽ ID ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലേ ഉഷ, അങ്ങനെയല്ലേ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, എനിക്ക് തോന്നുന്നു 49 ആൾക്കാര് അതെ അതെ വോട്ട് ചെയ്ത്. അതെ. ഇപ്പൊ ആരെങ്കിലും ഏകദേശം ഒരു അല്ലാന്ന് വോട്ട് 51 ചെയ്തിട്ടുണ്ടായിരുന്നോ? ആയിട്ടുണ്ട്. ഇല്ല, എല്ലാരും ജിമെയിലാണോ? എല്ലാരും ജിമെയിലാണ്. ഓക്കെ, സോ ഇത് തന്നെ നമുക്കൊരു പ്രൂഫാണ്. ജിമെയിൽ എന്നുള്ളത് ഇതിന്റെ ഒരു ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള പ്ലാറ്റ്ഫോം ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എവറിബഡി ഈസ് യൂസിങ് ജിമെയിൽ. ഇതിനുള്ള റീസൺ എന്താ അറിയോ? ജിമെയിലിനകത്ത് നിന്ന് നമുക്ക് ഒറ്റ ഇമെയിൽ ID കൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിനകത്ത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കുറേ സാധനങ്ങളുടെ ഉള്ളിൽ ഞാൻ 1-2 ഐറ്റംസ് പറയാം കേട്ടോ. ഒന്ന് യൂട്യൂബ്, ഒന്ന് ഗൂഗിൾ ഡ്രൈവ്, പിന്നെയും കുറെ അധികം സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. കലണ്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് അയക്കണമെങ്കിൽ കലണ്ടർ അയക്കാം നമുക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഗൂഗിളിന്റെ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ മുകളിലൊരു 9 ഡോട്ട്സ് ഉണ്ട്. ആ 9 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്ന അവരുടെ ആപ്സ് എല്ലാം കാണാൻ പറ്റും. അപ്പം ഈ ജിമെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമെയിൽസ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ അൺനെസസറി ആയിട്ടുള്ള ഇമെയിൽസ്, അൺനെസസറി ആയിട്ടുള്ള ന്യൂസ് ലെറ്റേഴ്സ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഫോൾഡേഴ്സും ലേബൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ജിമെയിലിൽ. ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ബാങ്കിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നിന്നുള്ളത്, അമ്മയുടെ അടുത്ത് നിന്നുള്ള ഇമെയിൽസ്, കോളേജിൽ നിന്നുള്ള ഇമെയിൽ, ഇതിനൊക്കെ ഒരു ലേബൽ കൊടുക്കുകയാണെങ്കിൽ ആ ഇമെയിൽ ID നിന്ന് വരുന്ന എല്ലാം ഒരു ലേബലിന്റെ അടിയിൽ നെസ്റ്റഡ് ആയിരിക്കും. ഒരു കൂട്ടം, ഒരു സഞ്ചയമായിട്ട് അത് അവിടെ കിടന്നോളും. അടുത്തത് യൂസ് ഫിൽറ്റേഴ്സ് ടു ഓട്ടോ സോർട്ട് ഇൻകമിങ് ഇമെയിൽസ്. അതായത് ഇതിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ലേബൽ അപ്ലൈ ചെയ്യാം. ആർക്കൈവ് ഇമെയിൽസ് ദാറ്റ് യു ഡു നോട്ട് നീഡ് ഇമ്മീഡിയറ്റ്ലി. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് നോക്കാം. എന്റെ സ്ക്രീൻ ഇമെയിൽ ഇൻബോക്സ് കാണാൻ പറ്റുമോ ഉഷ? ജസ്റ്റ് ഒന്ന് നോക്കി പറയൂ. യെസ്, കാണാം. ഇൻബോക്സ് കാണാമല്ലോ അല്ലെ? ഉവ്വ് ഉവ്വ്. ഇതെന്റെ ഒരു ഇമെയിൽ ID ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID ആണ്. ഈ ഇമെയിൽ ID കുറേ വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. ഇമെയിൽ ID ഇപ്പൊ ഫുള്ളാണ് കേട്ടോ. ഫുള്ളാണെന്നുള്ളതിന്റെ അർത്ഥം എന്താ അറിയോ? 15 GB ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. 15 GB 14 GB ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ? ഉവ്വ് ഉവ്വ്. കാണാൻ പറ്റുന്നുണ്ടോ? ഉവ്വ് ഉവ്വ്, കാണാൻ 14 പറ്റും. GB ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 GB മാത്രമേ ബാക്കിയുള്ളൂ. താങ്ക് യു ഉഷ. അപ്പൊ 93. ഇതെനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഡീക്ലട്ടർ ചെയ്യണം. ഞാൻ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനു മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അൺസബ്സ്ക്രൈബ് എന്ന് ഇവിടെ വെറുതെ അടിച്ചു കൊടുക്കുക സെർച്ച് ബാറിൽ. അൺസബ്സ്ക്രൈബ് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ബട്ടണുള്ള എന്തൊക്കെ ഇമെയിൽസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ഹോവർ ചെയ്താൽ മതി. ഇങ്ങനെ ദേ കണ്ടോ, ഇവിടെ അൺസബ്സ്ക്രൈബ് വന്നുണ്ടോ? ഉം. അൺസബ്സ്ക്രൈബ്.
അപ്പൊ ഇതിൽ നിന്ന് ഞാൻ അൺസബ്സ്ക്രൈബ് ആവുകയാണ്. അയാളുടെ ഇമെയിൽ, ഇവരൊക്കെ ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡെയിലി ഇമെയിൽസ് അയക്കും. അവർക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് ടീംസ് ഉണ്ട്. അവരെന്താ ചെയ്യാന്നറിയോ? ഒരു ഈ വരുന്ന ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ ഇമെയിൽസ് പോണം കസ്റ്റമേഴ്സിനടുത്ത്. പർച്ചേസ് ചെയ്ത കസ്റ്റമറിനാണെങ്കിൽ അയാൾക്ക് ഒരു ഇമെയിൽ, പർച്ചേസ് ചെയ്യാത്ത ആളാണെങ്കിൽ അയാൾക്ക് വേറൊരു ഇമെയിൽ. അങ്ങനെ സെഗ്മെന്റ് ചെയ്ത് നമ്മളെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ അകത്ത്. അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യുന്ന ഇമെയിൽസ് ആണ്, അല്ലാണ്ട് ഒരു വ്യക്തി ഇരുന്ന് സെൻഡ് ചെയ്യുന്നതല്ല. ഓട്ടോമാറ്റിക്കലി ഒരു ഒരു 2000, 3000, 5000 ആൾക്കാരിലേക്ക് സെൻഡ് ചെയ്യുന്ന ഇമെയിലാണ് ഈ വരുന്ന നമുക്ക് വരുന്ന ഇങ്ങനത്തെ ഇമെയിൽസ്. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ വായിച്ചു നോക്കും, ചിലപ്പോൾ നമുക്ക് ഒട്ടും സമയം കിട്ടില്ല. ഇപ്പൊ ഇയാളുടെ ഇതിപ്പോ എനിക്ക് ഇതുപോലെ തന്നെ എനിക്ക് ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈസി ആയിട്ട് എനിക്ക് അറിയാം അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്തത് എനിക്ക് നോക്കാനുള്ളത് എറ്റ്സി. ഉദാഹരണത്തിന് എറ്റ്സി എന്ന് വരുന്നത് ഇതെല്ലാം എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റുന്ന എറ്റ്സി മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അൺസബ്സ്ക്രൈബ് എന്നുള്ളത് ഞാനിപ്പോ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അത് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എറ്റ്സി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫിൽറ്റർ മെസ്സേജസ് ലൈക്ക് ദീസ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എറ്റ്സി എന്നുള്ള എല്ലാ സകല ഇമെയിൽസ് ഇവിടെ വരും. കാണാമല്ലോ, കണ്ടോ? എറ്റ്സി എന്നുള്ള സകല ഇമെയിൽ എറ്റ്സി മാത്രമേ വരുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം? അതിനെ എനിക്ക് ഒറ്റയടിക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പറയാ ഓൾ 50 കോൺവെർസേഷൻസ് ഓൺ ദിസ് പേജ് ഹാസ് ബീൻ സെലക്ട് ഓൾ ദ കോൺവെർസേഷൻ ദാറ്റ് മാച്ചസ് ദിസ് സെർച്ച്. ഈ 50 എണ്ണം കൂടാതെ, ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന 50 കൂടാതെ ഇനി വേറെ ഉണ്ടെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്തോളാം എന്നാ പറയണം. എന്നിട്ട് ഒറ്റ ഡിലീറ്റ് അങ്ങോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് പോകും. ഇത് ഇൻസ്റ്റന്റ് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള. ഇപ്പൊ 50ന്റെ മേളില് ഓക്കെ, അത് കുഴപ്പമില്ല, പൊക്കോളൂ. അപ്പൊ 50ന്റെ മേളിലുള്ള കൺവെർസേഷൻസ് ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ചില ഇമെയിൽസ് എടുത്തിട്ട് എനിക്ക് ലേബൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമെയിൽ ആണെന്ന് വിചാരിക്കുക. ആ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ എടുത്തിട്ട് എനിക്ക് ലേബൽ കൊടുക്കാൻ പറ്റും. ലേബൽ ആസ്, ഓക്കെ, ഇതെനിക്ക് ലൈബ്രറി എന്നുള്ള, അപ്പൊ ഞാൻ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ കൊടുക്കും. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇതും ക്രിയേറ്റ് ന്യൂ നെസ്റ്റ് അണ്ടർ, എനിക്ക് വേറെ ഒന്നിന്റെ അടിയിൽ എനിക്ക് നെസ്റ്റ് ചെയ്യണമെന്നില്ല. എനിക്കൊരു ലേബൽ ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇത് കണ്ടോ? ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യണം. ഇനി എനിക്ക് ലൈബ്രറിന്ന് വന്നിട്ടുള്ള സകലമാന ഇമെയിൽസും എനിക്ക് പുട്ട് എവറിത്തിങ് ഇതത്ര എളുപ്പമല്ല. ഈ ബുക്ക് ലൈബ്രറി എന്ന് പറയുന്ന സാധനം പല ഇമെയിൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പലപ്പോഴായിട്ട് ഈ ബുക്സ് ഇവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാരണം ഇവരെ ഇത് ചെയ്യും, എന്താ പറയാ, അവർ ക്ലോസ് ഡൗൺ ചെയ്യും. അപ്പൊ അവർ വേറെ ഒരു ഡൊമൈനിൽ നിന്ന് അവർ തുടങ്ങും. അങ്ങനെ എനിവേ, ദാറ്റ് വാസ് നോട്ട് എ ഗുഡ് എക്സാമ്പിൾ. ഇപ്പൊ ഡിജിറ്റൽ ദീപക് ആണെന്ന് വിചാരിക്കാം. ഇയാളുടെ ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടർ ആദ്യം ചെയ്യും ഞാൻ എല്ലാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് പറയും എനിക്ക് ഇതെല്ലാം ലേബൽ ചെയ്യണം. എന്തായിട്ട്? ദീപക് ആയിട്ട്. ദീപക് ക്രിയേറ്റ്. അപ്പൊ എനിക്ക് എന്തായി? ദീപകിന്റെ എന്തൊക്കെ മെസ്സേജസ് ഉണ്ടെന്നുള്ളത് ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് എഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ ബാങ്കിന്റെ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിൽ കൊടുക്കാം. ഇപ്പൊ കാത്തലീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയുടെ അത് ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ട്രാവൽ, നമുക്ക് ഇഷ്ടമുള്ളത്രയും ലേബൽസ് കൊടുക്കാം കേട്ടോ. അതിന്റെ ഗുണം എന്താണെന്നറിയാം? ഇപ്പൊ വർക്ക് ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ചില ഇമെയിൽസ് ഈ ലേബലിൽ ഉണ്ടാകും, നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും. അതാണ് അതിന്റെ ഒരു ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതില് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, ഇപ്പൊ എനിക്കിത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് കുറേശ്ശെ ഇവിടെ സ്പേസ് മാറി മാറി കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ 9 ഡോട്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവരുടെ മൊത്തം ആപ്പുകൾ കിടക്കുന്നത്. ഇത് കണ്ടോ? ഇതിലൊരു ചാറ്റ് ഉണ്ട്, ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്, നമ്മുടെ സൂം പോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്.
അതുപോലെ തന്നെ ന്യൂസ് ഉണ്ട്, മാപ്സ് ഉണ്ട്, വെരി പവർഫുൾ. യൂട്യൂബ്, അതുപോലെ തന്നെ ഡ്രൈവ്, കാലണ്ടർ, ഫോട്ടോസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗൂഗിൾ ഡ്രൈവിനകത്ത് ഷീറ്റ്സ് ഉണ്ട്, ഗൂഗിൾ ഡോക്സ് ഉണ്ട്, ഇങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ട്. എല്ലാവരോടും എൻ്റെ അഭ്യർത്ഥനയാണ്, നിർബന്ധമായിട്ടും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇതിന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങളുണ്ട്. ഒരു മെഗാ മെഗാ പ്ലാറ്റ്ഫോമായിട്ട് ഗൂഗിൾ വളർന്നിരിക്കുകയാണ്. 2 GB തുടങ്ങിയിട്ടാണ് ഈ 15 GB ഇപ്പൊ അവർ നമുക്ക് സ്റ്റോറേജ് സ്പേസ് തരുന്നു. തുടക്കത്തിൽ 2 GB ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഇത്രയും തരുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനും അവർ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്ഥലങ്ങളിലാണ് എൻ്റെ എല്ലാ ഇതും പോയി കിടക്കുന്നത്. എൻ്റെ ഇവിടെ, അതായത് ഗൂഗിൾ ഡ്രൈവിൽ ഒരു 5 GB കിടപ്പുണ്ട്. ബാക്കി അതർ വാട്സാപ്പ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഒരു നമ്പർ, അത് നമ്പർ, ആ വാട്സാപ്പ് നമ്പറിൽ നിന്നുള്ള ഫുൾ വാട്സാപ്പ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് 7 GB ഉണ്ടത്. അത് ഞാൻ ഇപ്പൊ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും എൻ്റെ ഈ നമ്പറിൽ നിന്നുള്ള വാട്സാപ്പ് ആണ് അതിൽ സേവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്ക് ഇവിടുന്ന് ഡിലീറ്റ് ബാക്കപ്പ് പറയാം. ബിക്കോസ് എനിക്കിത് ഈ നമ്പറിൽ വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു 7 GB എനിക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. അതായത് എന്തായി, പകുതി എൻ്റെ ഗൂഗിളിന്റെ സ്പേസ് ഞാൻ ലാഭിക്കുകയാണ്. പകുതി സ്പേസ് എനിക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ അത് ചെയ്യണില്ല. ഞാൻ എനിക്ക് കുറച്ചും കൂടി സാധനങ്ങൾ എന്റെ വാട്സാപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിനകത്ത് പോകുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുന്നറിയോ, ഏറ്റവും ഹയസ്റ്റ് GB ഇല്ല, ഹെവി ആയിട്ടുള്ള ഫയൽസ് മുകളിൽ നമുക്ക് കാണിച്ചു തരും. ഇത് നമുക്ക് വേണോന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യാം, കമ്പ്യൂട്ടറിലേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായി, ഞാൻ വീണ്ടും ആ 7 GB കൂടാതെ ഇവിടെ വീണ്ടും എനിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ വീഡിയോസ് എപ്പോഴേക്കോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബുക്സ്, പിന്നെ ചില ഇത് കണ്ടോ, ചില ഫോട്ടോസ് എന്ന് പറയുന്നത് 28 MB ഉണ്ട്. അതായത് ആലോചിക്കണം, 100 MB ആണ് ഒരു GB എന്ന് പറയുന്നത്. 2 GB ഒരു മൂവിയാണ്. അപ്പൊ 28 MB എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു സ്പേസ് ആണ് അത് എടുത്തിരിക്കുന്നത്, അല്ലെ? ഒരു മൂവിയുടെ എത്ര ശതമാനം വരും. അപ്പൊ ഇതൊക്കെ നമുക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ല, ഡൗൺലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം, നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യോ. അപ്പൊ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഈസി ആയിട്ട് നമുക്ക് കുറെ സ്പേസ് ഉണ്ടാക്കാം. ഇനി അതല്ല, നമുക്കൊരു വർഷം ഒരു 1200 രൂപ നമുക്ക് ഗൂഗിളിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ 100 GB സ്പേസ് വരെ അവർ നമുക്ക് തരും. ആ ഓപ്ഷനാണ് ഇത് കാണിക്കുന്നത് ഇവിടെ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പൊ ഈ ഒരു ഈ ഇമെയിൽ ID അല്ലാതെ വേറൊരു ഇമെയിൽ IDയിലേക്ക് ഞാൻ അത് എടുത്തിട്ടുണ്ട്. അത് എന്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 100 GB എനിക്ക് അതിൽ കിട്ടും. ഇവിടെ 15 ഫ്രീ 15. ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 GB അടുത്ത് വരെ നമുക്ക് കിട്ടും. ആ ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അവര്. അപ്പൊ ഞാൻ എന്റെ ചില ക്ലയൻസിന്റെ അടുത്ത് പറയും, 15 GB ഫുള്ളാ ഇമെയിൽസ് ഒന്നും വന്നില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ ആ 100 GB എടുക്കുക. ഒരു 1200 ഇൻവെസ്റ്റ്മെന്റ്, നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഞാൻ അത് എടുപ്പിക്കാറുണ്ട്. അപ്പൊ അതും മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് അത് ആക്ച്വലി കേട്ടോ. പിന്നെ അപ്പൊ നമ്മളിപ്പോ കണ്ടു, ഈ വേണ്ടാത്ത ഇമെയിൽസ് ഒക്കെ ആർക്കൈവ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ആർക്കൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇപ്പൊ നമ്മള് വെറുതെ ഒരു ഇമെയിലിന്റെ മുകളിൽ കൂടെ നമ്മൾ ഒന്ന് ഹോവർ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇത് മൗസ് ഒന്ന് ഹോവർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറെ സാധനങ്ങളുണ്ടോ, അൺസബ്സ്ക്രൈബ് പോലെ തന്നെ ഇവിടെ ഒരു സാധനം കണ്ടോ, ആർക്കൈവ് എന്ന് പറഞ്ഞിട്ട്. ആർക്കൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ഒരു സ്ഥലം. നമ്മൾ ചില വാർത്താ ശകലങ്ങളൊക്കെ നമ്മൾ ആർക്കൈവ് ചെയ്ത് വെക്കും, നമ്മളൊരു ഫോൾഡറിനകത്താക്കിയിട്ട് വെക്കുന്ന പോലെ. ആ ആർക്കൈവിൽ അത് അങ്ങനെ പോയി കിടന്നോളും. ആർക്കൈവ് നമുക്ക് പിന്നീട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ആർക്കൈവ് ഓക്കെ, അത് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഉഷ? ഞാൻ കാണുന്നില്ല ആർക്കൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതെവിടെ ഉണ്ട് ആ സംഭവം. എന്തായാലും ആർക്കൈവ് സാധനങ്ങൾ നമുക്ക് പിന്നീട് തപ്പിയെടുക്കാം. ആർക്കൈവ് അത് ഞാൻ നോക്കിയിട്ട് പറയാം. കൃത്യമായിട്ട് എനിക്കിപ്പോ ഓർക്കുന്നില്ല ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്.
ബട്ട് ഇതാണ് അതിന്റെ ഒരു സംഭവം. ആർക്കൈവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആർക്കൈവിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം. കോൺവെർസേഷൻ ആർക്കൈവ്ഡ്. അണ്ടു വേണമെങ്കിൽ നമുക്ക് പറയാം. അണ്ടു പറയാൻ കോൺവെർസേഷൻ വീണ്ടും ഇവിടെ വന്ന് കിടക്കും. അപ്പൊ ഇതാണ് ഗൂഗിളിൽ നമ്മൾ ഡീക്ലട്ടർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിൽ വീണ്ടും നമ്മൾ ഇൻബോക്സിൽ ഇതിൽ പ്രധാനമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിളിന്റെ അകത്ത് നമുക്ക് ഈ ഇത് കണ്ടോ ഒരു ചക്രം കാണാവോ? ഈ ചക്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിന്റെ ഇങ്ങനെ 4 1 2 3 4 1 5 ബക്കറ്റ്സിനകത്ത് നമുക്ക് സാധനങ്ങൾ ഗൂഗിൾ തന്നെ നമുക്ക് ഇത് ചെയ്തിട്ട് തരും. അതായത് ഒന്ന് പ്രൊമോഷൻസ്, അത് ഈ സിദ്ധാർത്ഥ രാജശേഖരന്റെ മൊത്തം പ്രൊമോഷൻസ് ആണ് അതിൽ വന്ന് കിടക്കും. പിന്നെയുള്ള സോഷ്യൽ മീഡിയ എന്ന് വരുന്ന ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന 5 നോട്ടിഫിക്കേഷന്റെ 3 നോട്ടിഫിക്കേഷന്റെ, പിന്നെ അപ്ഡേറ്റ്സ്. ഈ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ചിലപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വന്ന അപ്ഡേറ്റ്സിലാണ് വന്ന് കിടക്കുക. അതായത് ഇന്ന് ഇപ്പൊ ഇത്രയും രൂപ എടുത്തു പോയിട്ടുണ്ട് കേട്ടോ, ഇന്ന് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇന്ന് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇത്രയും വന്ന്, അത് അപ്ഡേറ്റിൽ വന്ന് ഇത് നമ്മൾ കണ്ണും പൂട്ടി ഡിലീറ്റ് ചെയ്യരുത്. പിന്നെ ഇത് ഫോറം, നമ്മൾ ചിലപ്പോൾ ചില ഫോറങ്ങളിലേക്ക് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കും, അതെല്ലാം ഇവിടെ വന്ന് കിടക്കും. ഞാൻ ഫോറം ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതില് പ്രധാനമായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് ഇത് നമുക്ക് ഒന്ന് ഗ്ലാൻസ് ചെയ്തിട്ട് വേണ്ടാത്ത സാധനങ്ങൾ നേരെ തട്ടാം. മിക്കവാറും ഇത് വേണ്ടാത്തൊരു സംഭവമായിരിക്കും, ബിക്കോസ് പ്രൊമോഷണൽ ഇമെയിൽസ് ആണ്. അപ്പൊ ഇത് ഒറ്റയടിക്ക് നമുക്ക് തട്ടിക്കളയാം. പിന്നെ ഇവിടെ സോഷ്യലിൽ വന്നിട്ട് ഇതും എനിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ ഇത് ഫുൾ സെലക്ട് ചെയ്യാണ്. അപ്പൊ പറയാം സെലക്ട് ഓൾ 112 കോൺവെർസേഷൻസ് ഇൻ സോഷ്യൽ. അപ്പൊ സോഷ്യലിലുള്ള ആ ടാബിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒറ്റയടിക്ക് നമ്മൾ ഡിലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതും പോയി കിട്ടും. ഇത് വെറുതെ ഡിലീറ്റ് ചെയ്താൽ പോരാ, നമ്മൾ ഇപ്പുറത്ത് ട്രാഷ് കിടപ്പുണ്ട്, ട്രാഷ് ക്യാനി കൊണ്ടിടും. 30 ദിവസം കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുള്ളൂ. ഇതെവിടെ എഴുതിയിട്ടുണ്ട്, മെസ്സേജസ് ദാറ്റ് ഹാവ് ബീൻ ഇൻ ദ ട്രാഷ് മോർ ദാൻ 30 days വിൽ ബി ഓട്ടോമാറ്റിക് ഡിലീറ്റ് നൗ. എം ടി ട്രാഷ് നൗ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഡിലീറ്റ് ആവുകയും ചെയ്യും, നമുക്കിവിടെ കുറച്ച് സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ ഒന്ന് റീലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാറിയിട്ടുണ്ട്, കണ്ടോ? 14 എന്നുള്ളത് ഇപ്പൊ 13.99 വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കുറേശ്ശെ നമ്മുടെ ഡിജിറ്റൽ സ്പേസ് ഡീക്ലട്ടർ ചെയ്തെടുക്കാം. ഇമെയിലിന്റെ കാര്യത്തിന് ഇങ്ങനെ ചെയ്യാം നമുക്ക്. ഈ ഇതില് യൂഷ്വലി എല്ലാം പ്രൈമറിയിലാണ് വന്ന് കിടക്കുക. ഈ 4 സാധനങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് സി ഓൾ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. സ്റ്റാർട്ട് ജനറൽ, ഇവിടെ നമുക്കിത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇൻബോക്സിൽ യൂഷ്വലി പ്രൈമറി ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യും, ഈ 3 സാധനം കാറ്റഗറി ഗൂഗിൾ തന്നെ അവരുടെ അൽഗോരിതം വെച്ചിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്ത് പ്രൊമോഷനാണ്, എന്ത് സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ് ആണ്, ബാക്കിയുള്ള നമ്മുടെ റിയൽ ടൈം അപ്ഡേറ്റ്സ് എന്തൊക്കെ ഫോറം, ഇത് അവരുണ്ടാക്കി തന്നതാ. അപ്പൊ ഈ 4 നമ്മൾ ടോഗിൾ ഓൺ ചെയ്യുമ്പോൾ പ്രൈമറിയിൽ നിന്ന് എല്ലാം ഒന്നിച്ച് വന്ന് കിടക്കുന്നതിന് പകരം ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഗൂഗിൾ തരും. അപ്പൊ അതെല്ലാരും നിർബന്ധമായിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിൽ പറയാനുള്ളത്. ഇത് നല്ലൊരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതിയാവും. ഒരു 6 മാസത്തേക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഇനി അതല്ല, നമുക്ക് ഒരുപാട് ഇമെയിൽസ് വരുന്ന ആൾക്കാരാണെങ്കിൽ 100 GB ഇത് എടുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ജിമെയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ ഫ്രീ 15 GB നമുക്ക് സ്റ്റോറേജ് തരും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ 100 രൂപയുടെ 100 GB ഇത് വാങ്ങുന്നതിന് പകരം നമുക്ക് വേറൊരു ഇമെയിൽ ID എടുത്താൽ പോരെ. വേണ്ടാത്ത കുറെ സാധനങ്ങൾ അങ്ങോട്ട് പുഷ് ചെയ്തോ, ആ ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ അങ്ങോട്ട് പുഷ് ചെയ്ത് വെച്ചോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് വാങ്ങുന്നതിന് മുമ്പ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര വേണമെങ്കിലും ഇമെയിൽ IDs നമുക്ക് ഉണ്ടാക്കാം. 15 GB അവിടെ നമുക്ക് കിട്ടും. അത് നമുക്ക് ചെയ്യാം. അപ്പൊ എന്റെ ഇത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ, PPT കാണുന്നുണ്ടല്ലോ. അപ്പൊ ഗൂഗിൾ ഡ്രൈവില് നമ്മുടെ സ്വന്തം ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അപ്പം ഞാൻ ഒരു ഫോട്ടോ എടുത്തു, ഞാൻ ക്ലൗഡിലേക്ക് വിട്ടു എന്ന് പറഞ്ഞ ക്ലൗഡിലല്ല, ഗൂഗിളിന്റെ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് നമ്മൾ അത് സെക്യൂർ ആയിട്ട് സെൻഡ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് അർത്ഥം. അതിന്റെ നമുക്ക് ഓർക്കാവുന്ന ഒരു കാര്യമാണ് ഗൂഗിളിന്റെ ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് ഗൂഗിൾ ഡ്രൈവ്, അത് ജിമെയിൽ ID തുറക്കുമ്പോൾ നമ്മൾ ആ 9 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരും.
ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ടോ ഒരു ഫയലായിട്ടോ ഒന്ന് ഷെയർ ചെയ്യണ്ട, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു ഭയങ്കരമായ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഹൈജീൻ ആണ് ഈ സാധനം. ഇപ്പൊ പ്രചോദനയുടെ ബുക്ക് ക്ലബിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ആ, ഒരു മെമ്പർ ഇതുപോലെ തന്നെ വോയിസ് നോട്ട് ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് അയച്ചു തന്ന, വിച്ച് ഇസ് വെരി സ്മാർട്ട്. എന്താ കാര്യം, ഇപ്പം എന്റെ ഫോൺ ഞാനൊന്ന് മാറുകയാണ്, എന്തെങ്കിലും കാരണവശാൽ എന്റെ ഇതെല്ലാം ഡിലീറ്റ് ആയെങ്കിൽ ലിങ്ക് അവിടെ കിടക്കും, വീഡിയോസും ഇതെല്ലാം ചിലപ്പോൾ പോയിട്ടുണ്ടാവും, പക്ഷെ എന്റെ ലിങ്ക് അവിടെ ഇന്റാക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ലിങ്കിൽ കൂടെ എനിക്ക് അത് ആക്സസ് ചെയ്യാം, വോയിസ് നോട്ട്സ് എല്ലാം എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഇതൊരു നല്ലൊരു കാര്യമാണ്. ബിക്കോസ് പ്രചോദനയുടെ ബുക്ക് ക്ലബിലേക്ക് വരുന്ന വോയിസ് നോട്ട്സ് ചിലപ്പോൾ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഒരുപാട് വോയിസ് നോട്ട്സ് ആവും. അപ്പൊ ഇതെല്ലാം നമുക്ക് അതേപോലെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവരവരുടെ ജിമെയിലിന്റെ ഗൂഗിൾ ഡ്രൈവിൽ അത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അത് കേൾക്കാൻ പറ്റും, ആരുടെയും ഡിലീറ്റ് ആയി പോവില്ല. അപ്പൊ ഇത് നല്ലൊരു ഇൻഫർമേഷൻ ഹൈജീൻ നമുക്ക് പാലിക്കാവുന്ന, നമുക്ക് പിന്നീട് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാവുന്ന, നമുക്ക് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ അത് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് പരീക്ഷ നോക്കാവുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് സ്റ്റോറിങ് യൂട്യൂബ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ടിപ്പാണ് കേട്ടോ. അതായത് ചിലപ്പോൾ ഞാൻ നല്ല ടോക്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും അത് റെക്കോർഡിങ് അവരോട് ചോദിക്കാനുള്ള മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യും, സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പിന്നീട് സമയം കിട്ടുമ്പോൾ കേൾക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിടും അൺലിസ്റ്റഡ് ആയിട്ട്. വേറെ ആർക്കും കൊടുക്കാനല്ല, എനിക്ക് തന്നെ കേൾക്കാനാ. യൂട്യൂബിൽ ഒരു ഗുണം എന്താ അറിയോ, എനിക്ക് 2x സ്പീഡിൽ കേൾക്കാൻ പറ്റും. അപ്പൊ ടൈം ലാഭിക്കാനുള്ള ഓരോ വഴികളാണ്. എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പം 2x സ്പീഡിൽ എനിക്ക് കേൾക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പൊ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് എൻ്റെ സിസ്റ്ററിനോടോ അല്ലെങ്കിൽ എൻ്റെ കസിൻസിനോടോ ഇത് ഭയങ്കര അടിപൊളിയാണ് ചേച്ചി, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ മതി, എനിക്ക് വീഡിയോ അയക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ യൂട്യൂബിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ചിലപ്പോ. ഓക്കെ, അതൊരു പ്രോ ടിപ്പാണ്. പിന്നെ സ്റ്റോർ ഇൻ യൂട്യൂബ് ആൻഡ് ഓർ ഡ്രൈവ് ആൻഡ് സെൻഡ് ദ ലിങ്ക്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജിമെയിലിനെ ഏറ്റവും പവർഫുൾ ആക്കുന്നത്. ബിക്കോസ് ജിമെയിലിൽ നിന്ന് ഒരാൾ കണ്ടുപിടിച്ച സാധനം ഗൂഗിളിന് അത് ഇഷ്ടമായപ്പോഴത്തേക്കും ഗൂഗിൾ അതങ്ങോട്ട് മേടിച്ചു. എന്നിട്ട് ഇപ്പൊ ഗൂഗിളിന്റെ ഒരു പ്രോഡക്റ്റായി മാറിയത്. അച്ചൂട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോന്റെ സ്കൂളിലെ ടീച്ചറിന്റെ ഒരു ബർത്ത്ഡേ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ വിഷ് ഒക്കെ അയച്ചിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ഉണ്ടാക്കി. ആ വീഡിയോ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു ലിങ്ക് ഉണ്ടാക്കി ഗൂഗിൾ ഡ്രൈവിൽ ഇട്ട് ലിങ്ക് ഉണ്ടാക്കിയിട്ട് മാമിന് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം അത് നല്ലൊരു ഇൻഫർമേഷൻ ഹൈജീൻ ആണ്. എന്താ കാര്യം, ആ ലിങ്ക് എല്ലാവർക്കും ആക്സസബിൾ ആണ്, എല്ലാവർക്കും കയറി കേൾക്കാം. അതൊരു വലിയൊരു ഫയലായിട്ട് അവരുടെ സ്റ്റോറേജിനെ നിറച്ചുകൊണ്ട് അവിടെ നിൽക്കില്ല. മനസ്സിലായി? അപ്പൊ ഇത് നല്ലൊരു പ്രാക്ടീസ് ആണത്. ഇനി അടുത്തത് നമ്മൾ കണ്ടു, നേരത്തെ ജിമെയിൽ എങ്ങനെ ക്ലീൻ അപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടു. ഫസ്റ്റ് നമ്മൾ ആ ചക്രം, ആ ഗിയറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യാൻ പറയണം. പ്രൈമറി, സോഷ്യൽ, അപ്ഡേറ്റ്സ്, ഫോറം, ഇങ്ങനെയുള്ള ഇതായിട്ട് നമ്മൾ സോർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഇമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ചെയ്യാം, മീനിങ് നെയിംസ് വെച്ചിട്ട്. ഇപ്പം ദീപക്, അതുപോലെ തന്നെ ട്രാവൽ കണ്ടുല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഈ ഈ ഗൂഗിൾ ഡ്രൈവ് ഒരു സംഭവമാണ് കേട്ടോ. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് പവർഫുൾ ടൂളാണ്. ഈ ടൂളിന്റെ പവർ ഞാൻ ഒരിക്കൽ എങ്ങനെ അറിഞ്ഞതെന്നറിയോ, എനിക്കൊരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളത് വേണ്ടാന്ന് തീരുമാനിച്ചു. ഈ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് എനിക്ക് മനോരമയിൽ എനിക്ക് പരസ്യം കൊടുക്കണം. അപ്പൊ മനോരമയിൽ പരസ്യം കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കിതൊരു ഇച്ചിരി ഓൾഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ് ഇത് വീട് കൊണ്ട് കാണിക്കാനുള്ളത്. അപ്പൊ എനിക്കറിയാം ഈ ഒരു പരസ്യം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാരും വിളിച്ചിട്ട് വീട് കാണിച്ചതാന്ന് പറയൂലോ. അപ്പം ഈ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, പുള്ളിക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, വീട് നല്ലപോലെ നമ്മൾ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഫോട്ടോ എടുത്തു, ഒരു ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട്. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടു. എന്നിട്ട് ഞാൻ അത് ഒരു ലിങ്ക് ആക്കിയിട്ട് രഞ്ജിനി.com, ഇതെന്റെ സ്വന്തം വെബ്സൈറ്റ് ആണ്. അപ്പൊ അതിൽ ഞാൻ രേവതി എന്നാണ് വീടിന്റെ പേര്, അതൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോട്ടോസ് എല്ലാം അതിലിട്ടു. എന്നിട്ട് ഞാൻ അത് പരസ്യമായിട്ട് കൊടുത്തു. അപ്പൊ 3000 രൂപയ്ക്ക് എനിക്ക് ഈ പരസ്യം ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഈ ലിങ്ക് ആക്ച്വലി ആൾക്കാർ ടൈപ്പ് ചെയ്ത് അവർ നോക്കി ഫോട്ടോസ്. ബിക്കോസ് ദിസ് വാസ് സംതിങ് വെരി ന്യൂ ടു ദം. സാധാരണ ഒരു വസ്തു ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് പറയും, ഇന്ന ആളെ വിളിക്കാൻ പറയും, ഫോൺ നമ്പറും കൊടുക്കും. ഞാൻ ഫോൺ ഇപ്പൊ മാസ്ക് ചെയ്തിരിക്കുകയാണ്, ആ ബ്രോക്കറിന്റെ ഫോൺ നമ്പർ ആയതുകൊണ്ട്. ഫോൺ നമ്പർ ഉണ്ടാവും, ഫോൺ നമ്പറിലേക്ക് വിളിക്കും, നേരെ സ്ഥലം പോയി കാണും, അങ്ങനെയാണ്. ഇത് ആക്ച്വലി ആൾക്കാർക്ക് ഫോട്ടോ കാണാനുള്ള ഒരു അവസരേ
അപ്പൊ എന്റെ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് വെരി സ്മാർട്ട്. അങ്ങനെ ആൾക്കാരെ വിളിക്കുമ്പോ തന്നെ നിങ്ങൾ ഫോട്ടോസ് ഒക്കെ കണ്ടതാണോ? ഇല്ല. ലിങ്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പത്രത്തില്. ലിങ്ക് നോക്കിയിട്ട് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഹി ബിക്കേം വെരി സ്മാർട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ശരിക്കും അത് കൃത്യമായിട്ട് പോയിന്റ് ഓഫ് സെയിലിൽ വരെ അത് വന്ന് നിന്നു എന്നുള്ളതാണ്. പിന്നീട് ഞങ്ങൾ ബാക്ക് ഔട്ട് ചെയ്തതാണ്, വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഈ ഐഡിയ മനോരമയ്ക്ക് അജ്ഞാതമായിരുന്നു. മനോരമ വാസ് നോട്ട് യൂസ് ടു ഡൂയിങ് ദിസ്. അപ്പം എന്താണ്, അപ്പൊ ഞാൻ അവര് ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന കുട്ടികൾ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല മാഡം, ഇങ്ങനെ നമ്മൾ ലിങ്ക് ഒന്നും കൊടുക്കാറില്ല, ചിലപ്പോൾ മലീഷ്യസ് ലിങ്ക് ഒക്കെയാണ്, ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. മലീഷ്യസ് അല്ല, എന്റെ സ്വന്തം ഡൊമൈനാണ്, എന്റെ പേരിലുള്ള ഡൊമൈനാണ്. ഞാൻ അതിലാണ് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഈ ഫോട്ടോസ് ഒക്കെ ഇട്ടേക്കുന്ന ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഗിവ് മീ കണക്ട് മീ ടു യുവർ മാനേജർ എന്ന് പറഞ്ഞു. മാനേജർ പറഞ്ഞു കസ്റ്റമർ കണക്ട് ചെയ്യണ്ട, അവർ തന്ന ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞു. ലിങ്ക് ഇതായിരുന്നു, ഒരു engineering.com/രേവതി. ഇയാള് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോഴത്തേ ഓക്കെ ഫോട്ടോസ് ആണ്, വേറെ കുഴപ്പമില്ല, വേഗം ഇട്ടോ അവര് ഒഴിവാക്കിക്കോന്ന് പറഞ്ഞു. എനിവേ ഇറ്റ് വർക്ക് ഫോർ മീ. അപ്പൊ ഇതാണ് നമ്മള് ചില കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ട് ആ ലിങ്കാണ് ഞാൻ ഇതേപോലെ റീഡയറക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോ ആം, ഇത് ഗൂഗിൾ ഡ്രൈവിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനം അവിടെ ഇട്ടിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുക. ഇതിന്റെ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ എനിക്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റിയത്. ഇത് നമുക്കും ചെയ്യാട്ടോ, വേറെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ആൾക്കാർക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഡോണ്ട് ഷെയർ വോയിസ് ആൻഡ് വീഡിയോ, യു മേ ലൂസ് വെൻ യു ചേഞ്ച് ദ ഫോൺ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഷോർട്ടൺ ദ ലിങ്ക്സ്. ഇനി ഇതിപ്പോ രഞ്ജിനി.com, reng.in/secret ഇതെല്ലാം എന്റെ പേഴ്സണൽ ഡൊമൈൻ ആയതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പേഴ്സണൽ ഡൊമൈൻ ഇല്ല, ഇപ്പം ushah.com അല്ലെങ്കിൽ ushanarayanan.com ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് bit.ly, bit.ly. അതിൽ പോയിട്ട് നമ്മൾ ഈ വലിയ ലിങ്ക് ഉണ്ടല്ലോ, ഇങ്ങനെ നീളത്തിലുള്ള ലിങ്ക്, അതിനൊന്ന് ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബിറ്റ്ലിയിൽ പോയിട്ട് ഇത് കൊടുക്കാം. അപ്പൊ bit.ly/ കുറച്ച് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്, അത്രയും ചെറിയ നല്ല ക്യൂട്ട് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന പോലെ ഇതിന് പകരം രഞ്ജിനി.comന് പകരം അവിടെ bit.ly ആയിരിക്കും അവിടെ വരിക എന്നുള്ളത്, /രേവതി അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. bit.ly ഓർത്തിരിക്കണം. 5 minutes or less is an ideal time for decluttering every week. അപ്പോ നമ്മൾ ഈ ഡീക്ലട്ടറിങ്ങിന് മടി വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഇതിങ്ങ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യും. അപ്പോൾ സൈക്കോളജി പ്രൂവ്സ് ദാറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ ഈസ് കോസ്ഡ് ബൈ ആങ്സൈറ്റി, ഫിയർ ഓഫ് ഫെയിലിയർ ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ. നമുക്കൊരു പേടിയാണ്, ഇതിന് നാളെ എങ്ങനെ ഉപയോഗപ്രദമാവോ, വെറുതെ ഡിലീറ്റ് ചെയ്ത് കളയണോ, അവിടെ കിടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇന്ന് എടുക്കുകയാവും നല്ലത്. നാളത്തേക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്രചോദനയിൽ കേട്ടിട്ടുണ്ട് 2-minute റൂള്. ഈ 2-minute റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇഫ് എ ടാസ്ക് ക്യാൻ ബി ഡൺ ഇൻ 2 minutes, ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇനി 5-second റൂൾ ഉണ്ട്. ഇഫ് യു ഫീൽ ദ അർജ് ടു പ്രൊക്കാസ്റ്റിനേറ്റ്, ഒന്ന് മാറ്റി വെക്കണം തോന്നുകയാണെങ്കിൽ ഒരു 5 വരെ ബാക്ക്വേർഡ് എണ്ണിയിട്ട് തീരുമാനിക്കുക, ഇതൊരു വേണ്ടതാണോ അതോ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് 2 minutes കൊണ്ട് ചെയ്തു തീർക്കുക. അതുപോലെ തന്നെ പരേറ്റോസ് പ്രിൻസിപ്പിൾ, ഫോക്കസ് ഓൺ 20% ഓഫ് ടാസ്ക് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് 80% ഓഫ് റിസൾട്ട്. ഇപ്പൊ നമുക്ക് ഇമെയിൽ ക്ലീൻ ചെയ്യലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ 80% റിസൾട്ട് തരാൻ ഈ ഒരു 2 minutes നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് അതിനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് ചെയ്യുക. ഇനി ഇൻഫർമേഷൻ ഹൈജീൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് നമുക്കൊക്കെ പരിചയമുണ്ടാവും, BS വാര്യനാണത്. ഞാനൊക്കെ 10th പഠിക്കുമ്പോഴൊക്കെ ഇദ്ദേഹം ഇങ്ങനെ മനോരമയിലെ കോളം എഴുതുമായിരുന്നു. നല്ല മനുഷ്യനാട്ടോ, വെരി വെൽ സ്റ്റഡീഡ്, വെൽ ലേൺഡ്, ഒരു ഭയങ്കര ഒരു ബുദ്ധിയുടെ ഒരു കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിന് അത്രയും കാര്യങ്ങൾ അറിയാട്ടോ. അപ്പൊ നമുക്കിപ്പോ എന്ത് കാരിയർ ചൂസ് ചെയ്യണം, എന്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ ഉള്ളത് പുള്ളി അന്ന് എഴുതുമായിരുന്നു. പക്ഷെ പുള്ളി എഴുതിയ ഒരു കാര്യം തെറ്റിപ്പോയി ആക്ച്വലി. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ കേരള സമൂഹം ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. എല്ലാവരും അന്ന് അതിനെക്കുറിച്ച് പാരനോയിക് ആയിരുന്നു. .com ബസ്റ്റ്. അതായത് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ഇന്ന് നമുക്കറിയാം e-commerce ഒക്കെ എന്തുമാതിരി ബൂം ചെയ്തു എന്ന്. 90s e-commerce ഇതുപോലെ തന്നെ ബൂം ചെയ്തു എവിടെ, അമേരിക്കയില്. പക്ഷെ അന്ന് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു .com ബസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഫീൽഡ് തന്നെ വളരെയധികം
ഇത് ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് കുറെ പേര് ജോബ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായൊരു ഭീതി ഉണ്ടായിരുന്നു. അതിന് ടെക്നിക്കൽ വേറെ റീസൺസ് ഉണ്ട്, അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ഇദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ഈ ഒരു പാരനോയ എഴുതുമായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അങ്ങനെ കുറെ പേര് എന്ത് ചെയ്തു എന്നറിയോ, ആ ഫീൽഡ് എടുക്കാതെ പോയി. ആ ഫീൽഡ് എടുക്കാതെ പോയവരിൽ ശരിക്കും ദുഃഖിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിന് ഈ ഫീൽഡിൽ ഭയങ്കരമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ ഇത് വായിച്ചിട്ടും അന്ന് പ്രിവെയിൽ ചെയ്തിരുന്ന പാരനോയ, അത് ഇദ്ദേഹം എഴുതിയതൊക്കെ കൂടെ ചേർത്തിട്ടാണ് അത് ഭയങ്കര സ്ട്രെങ്തൻ ആയത്. അങ്ങനെ കുറെ പേര് ഈ കമ്പ്യൂട്ടർ ഫീൽഡ് എടുക്കാതിരുന്നവരിൽ ഒരാള് എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒന്നും ബ്ലൈൻഡ് ആയിട്ട് അങ്ങോട്ട് വിശ്വസിക്കരുത് കേട്ടോ. അതാണ് ഞാൻ ഈ ഫസ്റ്റത്തിൽ എഴുതിയിരിക്കുന്നത്. ഡോണ്ട് ബിലീവ് എനിത്തിങ് ഫുള്ളി ആൻഡ് ബ്ലൈൻഡ്ലി. അതായത് ഗിവ് ഓൾവേസ് എ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ശരിയാണ്, ചിലപ്പോ ഇതല്ലാതൊരു മറുവശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ അറസ്റ്റ്, ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവം. 15 വർഷം മുമ്പ് ഇത് മറ്റൊരു രീതിയിലായിരുന്നു വന്ന്. എൻ്റെ ഒരു പ്രൊഫസറിന്റെ ഇമെയില്, പ്രൊഫസറിന്റെ ഇമെയിൽ വന്നിരിക്കുന്നു, നോക്കട്ടെ എന്ന് നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം പൈസ ചോദിച്ചുകൊണ്ടൊരു ഇമെയിൽ അയച്ചേക്കാണ്. ഞാൻ ഉടനെ സാറിനെ വിളിച്ചു. സാറേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അയ്യോ മോളെ, എൻ്റെ ഇത് ഹാക്കായി പോയിട്ടുണ്ട്, എല്ലാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കാശ് ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇമെയിലില് ഇതും തന്നിട്ടുണ്ട്. എന്ത്, കുറെ പേരൊക്കെ പൈസ അയച്ചു വന്നിട്ട് സാറാണല്ലോ ചോദിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്. അതുപോലെ ഇപ്പൊ ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ, ഒരു സാറിന്റെ വീഡിയോ ഉണ്ടാക്കിയിട്ട്, വീഡിയോ എവിടെ നിന്നാ കിട്ടുക, സാറിന്റെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറെ ഫോട്ടോസ് എടുത്ത്, നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പറയുന്നതായിട്ടൊരു വീഡിയോ അങ്ങ് ഉണ്ടാക്കിയിട്ട്, അതാണ് ഡീപ്പ് ഫേക്ക്. മോദി പറയുന്നതായിട്ടൊക്കെ വീഡിയോ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. 15 വർഷം മുമ്പ് ഒരു ഇമെയിൽ ആണെങ്കിൽ ഇന്നത് വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇൻഫർമേഷൻ ഹൈജീൻ, എവിടെ നിന്ന് നമ്മൾ എന്ത് ഇത് എടുക്കണമെന്നുള്ളത് വളരെ കെയർഫുൾ ആയിരിക്കണം. കഴിഞ്ഞ ദിവസം എന്നെ സ്കാം ചെയ്ത ഒരാളാണ് ഈ കാണുന്നത്. ഇയാളുടെ പേര് ജെ രോഹിത് എന്നാണ് അയാൾ പറഞ്ഞത്. ഇയാളുടെ വാട്സപ്പിലെ ഫോട്ടോ ഇതാണ്. ഇത് ഡീപ്പ് ഫേക്ക് ആണ്. നമുക്കറിയാം, എന്റെ മോൻ ഇത് കണ്ടപ്പോ തന്നെ ഇത് ഫോട്ടോഷോപ്പിൽ ചെയ്തിരിക്കുന്നത് മോദിജിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇയാൾ ചെയ്തിരിക്കുന്നത്, ഹീസ് നോട്ട് റിയലി വിത്ത് മോദിജി എന്ന് പറഞ്ഞു. ശരിയാണത്. അപ്പം ഇയാളുടെ കേസ് ഞാൻ ആക്ച്വലി വിമൻ സെല്ലിൽ പറഞ്ഞ് ഞാൻ ഒരു കേസായിട്ട് ഞാൻ ലോഡ്ജ് ചെയ്തിട്ടുണ്ട്. കോണ്ടന്റ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ചെയ്തതാണത്. പക്ഷെ എനിക്ക് പൈസയൊക്കെ തന്നു കേട്ടോ ആള്. ആ കേസിലൊക്കെ വളരെ ജെന്യൂൻ ആണ്. പക്ഷെ അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്. അതുകൊണ്ടാണ് കേസ് കൊടുക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പം മാസ്ക്ഡ് ആധാർ, എത്ര പേർക്കറിയാം നമുക്ക് മാസ്ക്ഡ് ആധാർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഉയിഡായ്, അതായത് ഉയിഡായിന്റെ ഫുൾ ഫോം ഞാൻ മറന്നു. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ, അതായത് ബേസിക്കലി നമ്മുടെ ആധാറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ പേരാണ് ഉയിഡായ് എന്ന്. ഉയിഡായിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ₹1 പോലും കൊടുക്കാതെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ആർക്കെങ്കിലും ആധാർ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പം ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മാസ്ക് ആധാർ യൂസ് ചെയ്യാന്നുള്ളത്. ഡോണ്ട് ഗിവ് ഫുൾ റിട്ടേൺ പെർമിഷൻ ടു ഇമ്പോർട്ട് എനിത്തിങ് ഓൺ യുവർ ബിഹാഫ്. ഇതിന്റെ റീസണിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഡിജിറ്റലി അറസ്റ്റ്, എനിക്കൊരു ഫോൺ കോൾ വന്നാണ് എന്നെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്തോന്ന്. ബൈ സെൻഡിങ് 900 grams ഓഫ് LSD മയക്കുമരുന്ന് ടു ഇറാനിലേക്ക് അയച്ച സാധനങ്ങളാണ്. 900 gram LSD, 15 ക്യാൻസൽഡ് പാസ്പോർട്ട്സ്, 15 പാസ്പോർട്ട് ക്യാൻസൽഡ് അല്ല, 10 ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് ഫ്രം മുംബൈ അന്ധേരിയിൽ നിന്ന്. അപ്പൊ ഞാൻ അന്ധേരിയിൽ ചെല്ലണം എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ ഇയാൾ ഇതൊക്കെ ഇങ്ങനെ പറയുകയാണല്ലോ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, ഹൗ മെനി ഗ്രാംസ് ഓഫ് LSD ഡിഡ് യു സേ? ഇത് സത്യം പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയിട്ടോ. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമാണിത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അയാളോട് പറയുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല ഇതൊന്നും, നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്കറിയാം, ഞാൻ ഒരാൾക്കും എന്നെ ആധാർ കാർഡ് അനാവശ്യമായിട്ട് കൊടുത്തില്ല. കൊടുക്കണുണ്ടെങ്കിൽ തന്നെ ഈ ആധാർ കാർഡാ കൊടുക്കുക, മാസ്ക്ഡ് ആധാർ കാർഡ് അതേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ എനിക്ക് വെളിയിൽ നിന്ന് വന്ന ഒരു ബുക്ക് മാസ്ക്ഡ് ആധാർ ആണെന്നുള്ളത് കൊണ്ടും ഇമ്പോർട്ട് ചെയ്യാൻ, എന്ത് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഞാൻ റൈറ്റിംഗിൽ കൊടുക്കണം. അത് കൊടുക്കാത്തത് കൊണ്ട് ആ ബുക്ക് അവർ തിരിച്ചയച്ചു, ലോജിസ്റ്റിക് കമ്പനി. അപ്പൊ എനിക്കറിയാം ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ശരിക്കും കുടുങ്ങിപ്പോയനെ. ഞാൻ പേടിച്ചു പോകും. മീൻസ് ഇതിൽ സത്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഭയന്നു പോകും, മനുഷ്യരല്ലേ. ഈ ഹൃദയം എന്ന് പറയുന്നത് വളരെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഓർഗനാണ്. അതിന് ഇത്രയും താങ്ങാൻ പറ്റൂല. അപ്പം
ഇയാള് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചോദിക്കണം എത്ര ഗ്രാംസ്, ഞാൻ ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കാണ്. അപ്പൊ 900 ഗ്രാംസ് എന്നുള്ള ഒന്നുകൂടി ചോദിച്ചപ്പോഴത്തേക്കും 800 ഗ്രാം എന്നുള്ളതായി. ആ, എത്ര പാസ്പോർട്ട് ഉണ്ട്? 25 പാസ്പോർട്ട്. പിന്നെ ലാപ്ടോപ്പ് എത്ര ഹാർഡ് ഡിസ്ക് ഉണ്ട്? പിന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അയാള് വേറെ എന്തോ നമ്പർ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പോഴത്തേക്കും ഈ നമ്പേഴ്സ് ഒക്കെ മാറാൻ തുടങ്ങി. അപ്പൊ തന്നെ എനിക്ക് സംശയം തോന്നി. പക്ഷെ ഇപ്പൊ അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഒറ്റ പോക്ക് പോയി. സത്യമായിട്ടും പേടിച്ചിട്ട് കിടുകിട വിറച്ച കേസായിരുന്നു അത്. ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്, എല്ലാവരും ഓക്കെ ആണ്. ഇത്രത്തോളം കേട്ടതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാമോ, ഒരു തംസ് അപ്പ് എന്തെങ്കിലും തരാമോ? ജസ്റ്റ് ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ വിത്ത് മീ ആൻഡ് യു ആർ ലൈക്കിംഗ് ദിസ് സെഷൻ. എനിക്ക് കാണാൻ പറ്റണില്ല എന്നാ തോന്നണത്. ഓക്കെ, ഉഷ, എല്ലാരും റെസ്പോണ്ട് ചെയ്യണ്ട. ചാറ്റിൽ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, യെസ്. റൈറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഓക്കെ. അപ്പോ ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഇതെനിക്ക് സംഭവിച്ചിട്ടുള്ള കേസാണ്. നിങ്ങളുടെ ആർക്കൊക്കെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇനി വഴിയെ ഇതിൽ വരാം. അതുപോലെ തന്നെ ഫേക്ക് റിവ്യൂസ്, ഇതെനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കാര്യമാണ്. ഒരു റിവ്യൂ എഴുതാൻ, ഗൂഗിൾ മൈ ബിസിനസ് പേജ് റിവ്യൂ എഴുതാൻ 150 രൂപയാണ് തരുന്നത്. ആൻഡ് ഇറ്റ് വെന്റ് അപ് ടു 300 ബിക്കോസ് ഞാൻ കോണ്ടന്റ് റൈറ്റർ ആണല്ലോ, നല്ല രീതിയിൽ തന്മയത്തായിട്ട് എഴുതാൻ അറിയാന്നുള്ളത് കൊണ്ട് അവര് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇതെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള റിയൽ വാട്സാപ്പ് മെസ്സേജുകളാണ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു ടാസ്ക് 150 രൂപ. ഇന്ന ഇതിൽ ചെയ്യാം, ഗ്രേറ്റ് കബാബ് ഫാക്ടറി ന്യൂഡൽഹി, ഇതിൽ ഞാൻ ഇത് അയച്ചു കൊടുക്കാൻ. ഇതൊക്കെ ഫേക്ക് റിവ്യൂസ് ആണ്. എന്തിനധികം പറയണം, പാരഗൺ ഹോട്ടലിന്റെ വരെ ഫേക്ക് റിവ്യൂ ഇടാനായിട്ട് ആൾക്കാര് പൈസ വാങ്ങിച്ചിട്ട് ഇത് ഇരുന്നോട്ട് ചെയ്യുന്നുണ്ട്. സോ ടേക്ക് ഓൾവേസ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇപ്പം ഗൂഗിളിൽ നമ്മളിപ്പോ റിവ്യൂ കണ്ടു, മാപ്പിൽ ഒരു റിവ്യൂ കണ്ടു, അത് മോശം റിവ്യൂ ആണെങ്കിൽ ഉടനെ അങ്ങോട്ട് വിശ്വസിക്കണ്ട. ബിക്കോസ് ഫേക്ക് റിവ്യൂ ഇടാനും ആൾക്കാരുണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ആളെ വെച്ച് അവര് ഇത് ചെയ്യും. ഞാൻ ലിങ്ക് എന്ന് നിങ്ങളോട് പറഞ്ഞു, ടോപ്പ് ലെവൽ ഡൊമെയിൻ എന്താണ് എന്നൊക്കെയുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ഇത് കണ്ടോ, ഇതൊരു ഡേഞ്ചറസ് ഒരു ലിങ്ക് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് എന്തോ ഒരു കാര്യത്തിന് എസ് ബി ഐയുടെ ലിങ്ക് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇൻപുട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് വന്നതാണ്. ലിങ്ക് ഒന്ന് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, ഇത് എസ് ബി ഐ എന്നല്ല. എസ് ബി ഐയുടെ ലിങ്ക് എനിക്കറിയാം, online.sbi.co.in ഇതാണ് എസ് ബി ഐയുടെ ലിങ്ക്. എസ് ബി ഐ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ലിങ്കാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി എന്നോട് ഗൂഗിൾ പറയേണ്ട ഡേഞ്ചറസ് ലിങ്ക് ആണെന്നുള്ളത്. അപ്പൊ ലിങ്ക് സ്ട്രക്ചർ ഒന്ന് നോക്കൂ. EKSP1PS.Vercel.app. ശരിക്കും Vercel.app എന്ന് പറയുന്നതാണ് അതിന്റെ ടോപ്പ് ലെവൽ ഡൊമെയിൻ. ഈ കാണുന്നത് വെർസൽ ആപ്പിന്റെ മുമ്പ് കാണുന്ന ഇത്രയും ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് സബ് ഡൊമെയിൻ്റെതാണ്. ഒരു സബ് ഡൊമെയിൻ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ട് ഇട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ, യൂസർ നെയിം പാസ്വേഡ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതായത് സ്കാം സൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ലിങ്ക് കിട്ടി, ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു പറഞ്ഞാലും ആ ലിങ്ക് ഒന്ന് നമ്മളൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ലിങ്കിൽ എന്തെങ്കിലും പ്രശ്നം, ഇത് എസ് ബി ഐയുടെ ലിങ്ക് ആണോ? അല്ലല്ലോ. സോ ലെറ്റ് മീ ജസ്റ്റ് നോട്ട് ഗിവ് മൈ ഇൻഫർമേഷൻ എന്നുള്ളത് നമ്മൾ ആ ഇൻഫർമേഷൻ ഹൈജീൻ നമ്മൾ പാലിക്കണം. അതേസമയം ഇത് നോക്കൂ, ഫെഡ്നെറ്റ് ബാങ്ക് നോക്കൂ. ഫെഡ്നെറ്റ് ബാങ്ക് ഫെഡറൽ ബാങ്കിന്റെ ഇതാണ്. അത് ഇങ്ങനെ കുറെ സാധനങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ടോപ്പ് ലെവൽ ഡൊമൈൻ ഇൻടാക്റ്റ് ആണ്. അവിടെ വേറെ ഇതുപോലത്തെ തരികിടയല്ല, ഈ തരികിട പോലെ ഒന്നും ഇല്ല. എസ് ബി ഐ ആണെന്ന് പറഞ്ഞാലും എസ് ബി ഐയുടെ ലോഗോ കൊണ്ട് വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കറിയാം URL ഇൻസ്പെക്ട്, URL എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഈ അഡ്രസ്, ഇതാണ് URL എന്ന് പറയുന്നത്. fednetbank.com, രഞ്ജിനി.com, പ്രചോദന.com, ഇതെല്ലാം ടോപ്പ് ലെവൽ ഡൊമെയിൻസ് ആണ്. അതുപോലെ തന്നെ ഇനി വേറെ ബൈ യുവർ ഡൊമെയിൻ, ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ ID ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ചെയ്യാവുന്ന ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. ഒരു ഡൊമെയിൻ നമുക്ക് വാങ്ങണമെങ്കിൽ .in ഡൊമെയിൻ ആണെന്നുണ്ടെങ്കിൽ 1 രൂപയാവുള്ളൂ കേട്ടോ. ഒരു വർഷത്തേക്ക് 1 രൂപയാവുള്ളൂ. അത് ഗോഡാഡിയിൽ കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലായി. ഇപ്പൊ ushanaarayanan.in വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1 രൂപയാവുള്ളൂ. പക്ഷെ ushanaarayanan.com വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 600 രൂപയാവും. പക്ഷെ അത്രേ ആവണുള്ളൂ ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് സോഹോയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഇമെയിൽ ID ഉണ്ടാക്കാം. ഇപ്പം hello@ushanaarayanan.com
അല്ലാന്നുണ്ടെങ്കിൽ care@connect@ushanarayanan.com ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഇമെയിൽ IDs ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. നമുക്ക് ജിമെയിലിന് പകരം യൂസ് ചെയ്യാം. പക്ഷെ ജിമെയിലിന്റെ ഫെസിലിറ്റീസ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല. ചുമ്മാ ഒരു പ്രൊഫഷണൽ ഒരു ഇമെയിൽ ID ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ കാണിക്കുന്ന ഒരു പേഴ്സണൽ ഇമെയിൽ ID ഇതാ nehajaiswal.com. അതുപോലെ തന്നെ gomadi.narayanan.wixsite.com. ഇതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? വിക്സ് സൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാമ്പിൾ വെബ്സൈറ്റ് ആണ് ഗോമതി നാരായണൻ എസ് എന്ന് പറയും. ഇത് സബ് ഡൊമൈൻ ആണ്. ഇത് രഞ്ജിനി.com എന്ന് പറയുന്നത് എന്റെ ഡൊമൈൻ ആണ്, ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഇയർലി ഒരു 800 റുപ്പീസ് കൊടുത്ത് ഞാൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സ്പെരിമെന്റ് ആണ്. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആ പൈസ വേണമെങ്കിൽ ഗോഡാഡിയുടെ നിന്ന് നമുക്ക് തിരിച്ചു വാങ്ങാം. അതുപോലെ തന്നെ ഇവിടെ ഇത് വേറൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് SBI.co.in അതിൽ CRCF കസ്റ്റമർ റിക്വസ്റ്റ് കംപ്ലൈന്റ് ഫോം ആണത്. അപ്പൊ ഇത് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നിരുന്നാലും നമ്മൾ അന്ന് ആ URL നമുക്കൊന്ന് നോക്കണം, നമ്മൾ എപ്പോഴും നോക്കണം. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ വരുമ്പോഴത്തേക്കും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഈ ലിങ്ക് എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആളുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നത്. യൂട്യൂബ് ചാനൽ ഇയാൾ എന്താ പറയണെന്ന് അറിയാം. കുട്ടി പറയുന്നത് 30 ആമസോൺ ബെസ്റ്റ് സെൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് ഇതില്. ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആമസോണിൽ നിന്നുള്ള. ഈ ഫ്രണ്ട് എൻഡിൽ അവർ ഇതാണ് കാണിക്കുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ ബാക്ക് എൻഡില്, അതായത് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വായിച്ച് ഈ ലിങ്കുകളെല്ലാം കാണുന്നുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് ആക്ച്വലി ഇവരുടെ ആമസോൺ അഫിലിയേറ്റ് ലിങ്ക് ആണ്. ഇവർ ഇതിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഈ പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചിട്ടില്ല, ഇതിന്റെയൊക്കെ ലിങ്ക് ആണത്. ഇത് വിറ്റിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ 5% ആമസോൺ കൊടുക്കും. കണ്ടോ, amazon.to. നമുക്ക് ആ ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ അഫിലിയേറ്റ് ലിങ്ക് ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ഇത് ഈ ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർ ഈ സാധനങ്ങളാണ് ബാക്ക് എൻഡിൽ വിൽക്കുന്നത്. മനസ്സിലായോ? അപ്പം യൂട്യൂബിൽ ആൾക്കാർ വെറുതെ അല്ല വീഡിയോ ഉണ്ടാക്കിയിടുന്നത്. യൂട്യൂബ് വീഡിയോയ്ക്ക് കാശ് തരും. കൂടാതെ ഈ ഒരു സെല്ലിങ്ങും കൂടെ അവിടെ നടക്കുന്നുണ്ട്. എന്ത്? അതിൽ കാണിക്കുന്ന എക്യുപ്മെന്റ്സ്. ചിലര് കാണിക്കും, ഇപ്പൊ ചില മൈക്കിന്റെ, അവർ സംസാരിക്കുന്ന മൈക്ക് ക്യാമറയുടെ ഒക്കെ ലിങ്ക് ഇട്ട് തരും. അത് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഓർഗനൈസിങ് കമ്പ്യൂട്ടർ ഫയൽസ്. ഉഷാൻ, നമ്മുടെ ടൈം ഇതായി പോവുകയാണല്ലേ? കൂടുതൽ എടുത്തു പോകുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം 9:37. അതെ അതെ. അപ്പം ഓർഗനൈസിങ് കമ്പ്യൂട്ടർ ഫയൽസ്, ഈ നമ്മുടെ കമ്പ്യൂട്ടർ, അതായത് ലാപ്ടോപ്പ് പോലെയുള്ള ഇതിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ലോജിക്കൽ ഫോൾഡേഴ്സ് ബൈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡേറ്റ് അല്ലെങ്കിൽ ടൈപ്പ്. ഇപ്പം ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വർക്കിംഗ് ലാപ്ടോപ്പാണ്. അതിൽ അച്ചു മോന്റെ പഠിക്കാനുള്ള കാര്യങ്ങൾ, അവന്റെ ഇയർ വൈസ് ആയിട്ടുള്ള സ്കൂളിന്റെ ഇത് റിപ്പോർട്ട് കാർഡ്സ് ഇതെല്ലാം ഒരു ഫോൾഡറിൽ. പിന്നെ സോഫ്റ്റ്വെയർ, ഓരോരോ സോഫ്റ്റ്വെയർസ് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി അതിനൊരു ഫോൾഡർ SW എന്ന് പറയുന്നത്. അതിലെല്ലാ സോഫ്റ്റ്വെയർസ് എപ്പോഴൊക്കെ ഡൗൺലോഡ് ചെയ്താൽ അതെല്ലാം അതിലിട്ടിട്ടുണ്ടാവും. ക്ലയൻസ്, ഓരോ ക്ലയന്റിന്റെ പേരിൽ ഓരോ ഫോൾഡേഴ്സ് തുറക്കും. പേഴ്സണൽ, ഇതിലാണ് ബാങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ പിക്ചേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഫോൾഡർ വൈസ് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും. എല്ലാം നമ്മൾ ചിലർ കൊണ്ടുപോയിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് ചുമ്മാ കൊണ്ടിടും. അങ്ങനെ ചെയ്യരുത്. ഡെസ്ക്ടോപ്പിൽ ഇടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ മീനിങ് നെയിംസ് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. നെയിമിംഗ് കൺവെൻഷൻസ്, യൂസ് ഡിസ്ക്രിപ്റ്റീവ് ഫയൽ നെയിംസ്. ചിലർ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതും. അതായത് ഇൻവോയ്സ് ഇന്ന ദിവസം ഇന്ന ഇതാണല്ലോ .pdf. അതുപോലെ റെഗുലർലി നമ്മൾ ക്ലീനപ്പ് ചെയ്യണം. 5 മിനിറ്റ്സ്, അതിന് അധികം ഒന്നും സമയം സ്പെൻഡ് ചെയ്ത് ഒരു 5 മിനിറ്റ്, ഇങ്ങനെ 5 മിനിറ്റ് പലതവണ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ലെവലാക്കാൻ പറ്റും. ഇനി ടൂൾസ് ടു ട്രൈ, ഗൂഗിൾ ഡ്രൈവ്. പിന്നെ ഉഷ പറഞ്ഞ ജിയോ ക്ലൗഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഗൂഗിൾ ഡ്രൈവ് ഞാൻ നേരത്തെ പറഞ്ഞു ക്ലൗഡ് സ്റ്റോറേജ് ആണെന്ന് പറഞ്ഞു. യൂട്യൂബും ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ജിയോ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് 100 GB വരെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ക്ലൗഡ് സ്റ്റോറേജ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജിയോ യൂസർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ ഒന്ന് അടുത്തതിലേക്ക് വരാം. അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡിജി ലോക്കർ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡിജി ലോക്കർ ഇതുപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അതിൽ നമുക്ക് ആധാർ, പാൻ കാർഡ്, വോട്ടർ ID ഇതെല്ലാം നമുക്കതിൽ, ഡ്രൈവേഴ്സ് ലൈസൻസ് ഇതെല്ലാം നമുക്കതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി
വാട്സാപ്പ് ഡീക്ലട്ടർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്താ അറിയോ? ഒരു മീഡിയയും സേവ് ചെയ്യണമെന്ന് പറയാതിരിക്കുക. ഇപ്പൊ നമ്മൾ സാംസങ് ഫോണാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, അതിലൊരു ഓപ്ഷൻ ഉണ്ട് വാട്സാപ്പിൽ കയറിയിട്ട് നെവർ സേവ് എ മീഡിയ എന്ന് പറയാൻ പറ്റും നമുക്ക്. വേണ്ട മീഡിയ മാത്രം, നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട സാധനം മാത്രം അവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും, സേവ് എന്ന് പറയാൻ പറ്റും. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് നമുക്ക് പറയാം. അത് മാത്രമേ എടുക്കാവൂ. അതുപോലെ തന്നെ ഓൾഡ് ചാറ്റ്സ് ഒക്കെ നമുക്ക് ആർക്കൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇട്ടിട്ട് ആർക്കൈവ് ചെയ്ത് വെക്കാം. ലീവ് അൺനെസസറി ഗ്രൂപ്പ്സ്, ഇഷ്ടമില്ലാത്ത നമുക്ക് യൂസ് ഇല്ലാത്ത ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ലീവ് ചെയ്യുക. പിന്നെ ഇതിൽ വാട്സാപ്പിൽ നമ്മൾ നോട്ടിഫിക്കേഷൻസിന്റെ താഴെ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ വാട്സാപ്പിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലാർജർ ദാൻ 5 MB ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെയാണെന്ന് ഇത്രയും വലിയ ഫയൽസ് കിടക്കണമെന്നുള്ളത്. മിക്കവാറും വീഡിയോസ് ആയിരിക്കും, ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ അയച്ചു കിട്ടുന്ന വീഡിയോസ് ആയിരിക്കും, ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നൊക്കെ. ഇതൊക്കെ 5 MB മേളിലുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടത് മാത്രം സേവ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ക്ലൗഡ് സ്റ്റോറേജ് എന്താവും, കുറേ നമുക്ക് സ്പേസ് ഫ്രീ ആക്കി നമുക്ക് കിട്ടും. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്ന കാണാൻ പറ്റും ഡിസപ്പിയറിങ് മെസ്സേജസ്. ഇത് ഭയങ്കര പവർഫുൾ ആണ്. ഒറ്റ കുഴപ്പമില്ല, നമുക്ക് ഹിസ്റ്ററി കാണാൻ പറ്റില്ല. എന്താണ് നമ്മൾ ഈ ക്ലയന്റുമായിട്ട് നടത്തിയ കോൺവെർസേഷൻ എന്നുള്ള ചിലപ്പോൾ ഓർത്തെടുക്കാൻ ഒരു മാർഗം ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ഒരു പോരായ്മ. പക്ഷെ ഡിസപ്പിയറിങ് മെസ്സേജസ് ചിലർക്ക് ഓണാക്കേണ്ടി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ഇമെയിൽസും മെസ്സേജസും ഇതും വന്ന് നിറഞ്ഞു കിടക്കുകയായിരിക്കും. അതുകൊണ്ട് പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ഇൻഫർമേഷൻ ഹൈജീനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് ഉദാഹരണത്തിന് ഗൂഗിളിന്റെ പാസ്വേഡ് മാനേജർ ഉണ്ട്. ആ മാനേജറിൽ നമുക്ക് നമ്മുടെ പാസ്വേഡ്സ് ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഒരു ജിമെയിൽ ID ഉണ്ടെങ്കിൽ ഗൂഗിൾ പാസ്വേഡ്, ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന അവരുടെ മറ്റൊരു പ്രോഡക്റ്റ് ആണ്, ബ്രൗസർ. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രൗസർ ഒക്കെ ഗൂഗിളിന്റെ ആണ്. അപ്പൊ ഇതിൽ ഒരു പാസ്വേഡ് മാനേജർ ഉണ്ട്. ഏതൊക്കെ വെബ്സൈറ്റിൽ ദയവ് ചെയ്ത് ഒരു കാരണവശാലും ബാങ്കിന്റെ പാസ്വേഡ്സ് സേവ് ചെയ്ത് വെക്കരുത്. ബാങ്കിന്റെ പാസ്വേഡ്, അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പാസ്വേഡ് ഇതുപോലത്തെ കുഞ്ഞു ബുക്കിൽ എഴുതി സൂക്ഷിച്ചു വെക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഗൂഗിൾ പാസ്വേഡിൽ സേവ് ചെയ്ത് വെക്കുക. പക്ഷെ അതല്ലാത്ത വേറെ സൈറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ ക്യാൻവ പോലെ. ഇപ്പൊ ഞാൻ ഈ ഇത് ചെയ്തിരിക്കുന്ന ക്യാൻവയിലാണ് കേട്ടോ. ഈ PPT മൊത്തം ഉണ്ടാക്കിയത് ക്യാൻവയിലാണ്. ഇപ്പൊ ക്യാൻവയുടെ ഇത് അങ്ങനെയുള്ള കുറെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ആപ്പ് സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതില്ല ചെയ്ത് വെക്കാം. ഈ ഗൂഗിൾ പാസ്വേഡിൽ മാനേജറിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് IRCTCയുടെ പാസ്വേഡ്, ഇന്ത്യൻ റെയിൽവേസിന്റെ, അതൊക്കെ ഇതിലാ സേവ് ചെയ്ത് വെക്കുക ഞാൻ. അപ്പൊ അതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിൽ നമുക്ക് റിട്രീവ് ചെയ്ത് എടുക്കുകയും ചെയ്യാം ഗൂഗിൾ പാസ്വേഡിൽ പോയി കഴിഞ്ഞാൽ. അതുപോലെ ബ്രൗസർ ടാബ് ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇത് യൂസ് ചെയ്യുന്നത്, ഈവൻ ഫോണിന്റെ കേട്ടോ. നമ്മളിപ്പം അതിൽ നമ്മൾ ബ്രൗസർ ഉണ്ട്, ക്രോം ബ്രൗസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 25 പേജുകൾ വെബ്സൈറ്റുകൾ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതിനെ ഈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത്, നമ്മുടെ റാമിനെ, നമ്മളെ സ്റ്റോറേജ് മാത്രമല്ല, കമ്പ്യൂട്ടറാണ് അതിന്റെ അകത്തിരിക്കുന്നത്. ആ കമ്പ്യൂട്ടറിന്റെ ഇതും അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഇങ്ങനെയുള്ള ടാബുകൾ ക്ലോസ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ്, റെഗുലർലി റിവ്യൂ ആൻഡ് ഡിലീറ്റ് നോട്ട് നീഡഡ് ഫയൽസ്. ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവ് ഗൂഗിളിന്റെ ആണെങ്കിൽ വൺ ഡ്രൈവ് മൈക്രോസോഫ്റ്റിന്റെ ആണ്. മൈക്രോസോഫ്റ്റും ഗൂഗിളും റൈവൽസ് ആണ്, അറിയാലോ. മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തു, അവരുടെ ഒരു സാധനം കൊണ്ടുവന്നാണ് വൺ ഡ്രൈവ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഹോട്ട്മെയിലില് ഇമെയിൽ ID ഉണ്ട്, അല്ലെങ്കിൽ ഔട്ട്ലുക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവ് കിട്ടും. അതിൽ കുറച്ച് സ്പേസ് നമുക്കുണ്ടാവും. ഇതുപോലെ ഗൂഗിളിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ വൺ ഡ്രൈവിൽ നമുക്ക് സേവ് ചെയ്തിട്ട് ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാം. അതും ഒരു ക്ലൗഡ് ഇതാണ്, നമുക്ക് ഓപ്ഷനാണ്. ദെൻ നിർബന്ധമായിട്ടും ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്തിട്ടേക്കുക. കിണികിണീന്ന് അടിക്കാനായിട്ട് ഒരു തരത്തിലും ഇത് കൊടുക്കരുത്. ബിക്കോസ് നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഫോക്കസ്, അതാ പോവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഒരു നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറഞ്ഞു. നമ്മളെപ്പോ ഫോൺ കയ്യിലെടുക്കണോ അപ്പൊ മാത്രമേ നമ്മൾക്ക് ഇത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫോൺ കോളിനല്ലാതെ ഇത് ചെയ്യരുത്. അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഹൈജീൻ ഞാൻ എത്രയോ വർഷം മുമ്പ് ഞാൻ പാലിക്കുന്നതാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും മെസ്സേജ് വന്നിട്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ ആക്സസ് ചെയ്യില്ല. ഞാൻ എപ്പോൾ ഫോൺ ആക്സസ് ചെയ്യുന്നു അപ്പം മാത്രമേ ആ മെസ്സേജ് ഞാൻ വായിച്ചെടുക്കുള്ളൂ. അല്ലാണ്ട് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നെ ഡയറക്റ്റ്ലി വിളിക്കും, അതെനിക്കറിയാം.
വർക്ക് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എയർപ്ലെയിൻ മോഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ ഫോണിൽ, അത് ഇട്ടിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ കോൾസും വരില്ല, നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്തിട്ടു, അതുപോലെ തന്നെ കോൾസും നമുക്ക് വരില്ല. പിന്നെ ഒരു സംഭവമുണ്ട്, brain.fm എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ, യൂട്യൂബിലുണ്ട് കേട്ടോ, പക്ഷെ യൂട്യൂബിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൽ പരസ്യം കാണിക്കുമല്ലോ, അപ്പൊ വീണ്ടും നമ്മുടെ കോൺസെൻട്രേഷൻ പോയി. ഈ മ്യൂസിക് ഇടുവാണെങ്കിൽ നമുക്ക് വർക്കിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ ഹൈജീൻ നമ്മൾ പാലിക്കണം എന്ന് പറയുമ്പോൾ, നല്ല ഇൻഫർമേഷൻ ഹൈജീൻ ഉണ്ട്, പക്ഷെ കിട്ടിയ പ്രോഡക്റ്റ് ഇത് കണ്ടോ, ഫുൾ ചൈനീസിലായി പോയി. ഞാൻ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. എനിക്ക് കിട്ടിയ ഒരു സ്റ്റെയിൻ റിമൂവർ ആണ്, മൊത്തം ചൈനീസ് ആണ്. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ആമസോണിൽ ഞാൻ വാങ്ങിച്ചതാ. ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അത് ഇംഗ്ലീഷിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. കണ്ടോ, ഇതെന്ത് ചെയ്യും, ഈ ഫീൽഡ് അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഫീൽഡ് വൈസ് നമുക്ക് ഇംഗ്ലീഷിൽ കാണിച്ചു തരും. ഓൺലൈനാണ്, നമ്മൾ ജസ്റ്റ് വായിച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അതിന് പോകേണ്ടതാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇതൊന്നും ഓർത്തിരിക്കുക. ഈ എന്റെ സ്ലൈഡ്സ് മുഴുവൻ ഞാൻ ഇത് ടോക്ക് കഴിഞ്ഞിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഇമെയിൽ അയക്കുമ്പോഴത്തേക്കും ഈ PDF നമുക്ക് അയക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പേപ്പറാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു ഡോക്യുമെന്റ് PDF ആയിട്ടുള്ള ഡോക്യുമെന്റ് നമ്മളിപ്പം ബാങ്കിന് അയക്കാന്ന് വിചാരിക്കുക. ബാങ്കിന്റെ ഇമെയിൽ ബോക്സ് എന്നും ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ സാധനം അയക്കുമ്പോഴത്തേക്കും അത് ബൗൺസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ PDF കംപ്രസ് ചെയ്യണം. അതിനൊരു സൈറ്റ് ഉണ്ട്, അതിന്റെ പേരാണ് compressPDF.com എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്രസ് ചെയ്ത് ചെറിയ കുറച്ച് KBs ഉണ്ടാവുള്ളൂ, കിലോബൈറ്റ്സിൽ നമുക്കിത് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ബാങ്കുകാർക്ക് അത് എളുപ്പം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓരോ ചെറിയ ചെറിയ ടിപ്സ് ആണ്. നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ ഓൾറെഡി ആപ്സ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഓൺലൈനിൽ റെഡിയാക്കി വെച്ചേക്കാണ്, നമ്മളത് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ tinypng.com എന്ന് പറയുന്ന ഫോട്ടോസിനെ കംപ്രസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഫോട്ടോസിനെ കംപ്രസ് ചെയ്താൽ ഞങ്ങൾ വെബ്സൈറ്റ്സിലൊക്കെ ലോഡ് ചെയ്യാൻ വെച്ചാൽ വെബ്സൈറ്റ് പെട്ടെന്ന് ലോഡ് ആവണമല്ലോ. അപ്പൊ നമുക്ക് ഒത്തിരി ഫയൽ സൈസ് നമുക്ക് അതിൽ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതിന് ഞങ്ങൾ ചെറുതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് ചെറുതായിട്ടും ഒരുപാട് ഡാറ്റ സ്റ്റോറേജ് യൂസ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇമെയിലിൽ നമ്മൾ ലിങ്കുകൾ മാത്രം അയച്ചു കൊടുക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൂടെ ഇട്ടിട്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൂടെ ഇട്ടിട്ട്, വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് ആണ് കേട്ടോ, എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇതുപോലൊരു ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാക്കിയിട്ട് അത് ലിങ്ക് ഷോർട്ടനർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഷോർട്ടൻ ചെയ്തിട്ട് ഞാനൊരു ഇതുണ്ടാക്കി. നോക്കൂ, range.in/രമ്യ. ഇതിൽ എന്റെ സിസ്റ്ററിന്റെ കിട്ടിയിട്ടുള്ള പുള്ളിക്കാരി കിട്ടിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇട്ടിട്ട് ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയക്കുകയാണ്. ആ ലെറ്ററിൽ CV കൂടെ ഈ ലിങ്കും കൂടെ വെച്ചു. പ്ലീസ് സീ ദിസ് ലിങ്ക്, ഐ ഹാവ് പുട്ട് ഓൾ മൈ സർട്ടിഫിക്കറ്റ്സ് ഇൻ ദിസ്. അപ്പൊ ആക്ച്വലി അവരിത് ക്ലിക്ക് ത്രൂ ചെയ്ത് അവർ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കണ്ടു. ഒരു CV നമ്മൾ അയക്കുമ്പോൾ ചിലപ്പോൾ അത് കാണില്ല. അതേസമയം നമ്മൾ കവറിംഗ് ലെറ്ററിൽ അയക്കുകയാണെങ്കിലോ ഈ ലിങ്ക് കാണും ആൾക്കാർ. ഞാൻ നേരത്തെ വീടിന്റെ ഫോട്ടോസ് ബ്രോക്കറിന് വേണ്ടി ഇട്ട് മനോരമയിൽ പരസ്യം കൊടുത്ത പോലത്തെ സംഭവമാണ്. ആൾക്കാർ ഇത് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ആ ഇത് മൊത്തം കണ്ട് അവൾക്ക് ആ ജോലി കിട്ടി, എന്റെ സിസ്റ്ററിന് ജോലി കിട്ടി. അത് ചെയ്തിട്ടുള്ള ഈ ഒരു ടിപ്പ് നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്തു. വളരെ ഫലപ്രദമായിട്ട് അത് വർക്ക് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇതിന്റെ ടോക്കിന്റെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഏൾ നൈറ്റിംഗേലിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്, അതും കൂടെ ഒന്ന് കാണുക. ഏൾ നൈറ്റിംഗേലിന്റെ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. അപ്പൊ നമ്മളിപ്പോ ഇമെയിൽസ് ഒക്കെ അയക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ലിങ്കുകൾ അയക്കുക. ഇപ്പൊ യൂട്യൂബിന്റെ ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഫോട്ടോസ് ഇടാനായിട്ട് ഞാൻ ഈ ലിങ്ക് ഷോർട്ടനറായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇത് പറഞ്ഞു തന്നു. ഇനി ഇന്നത്തെ ആക്ഷൻ പ്ലാൻ കഴിഞ്ഞു, നമ്മുടെ ടോക്ക് കഴിഞ്ഞു. അതായത് ക്രിയേറ്റ് പ്രയോറിറ്റി ലിസ്റ്റ്. നമുക്ക് എന്താ ഇന്ന് ആക്ഷൻ പ്ലാൻ ഉള്ളത്? ഇമെയിൽ ആണോ, ഫയൽസ് ആണോ, വാട്സാപ്പ് ആണോ, ഏതാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് ഇന്ന് ഒരെണ്ണം ചെയ്യുക, നാളെ മറ്റൊന്ന് ചെയ്യുക, മറ്റന്നാൾ വേറൊന്ന് ചെയ്യുക. ഇത് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോഴത്തേക്കും കുറേയൊക്കെ നമുക്ക് ഡീക്ലട്ടർ ചെയ്യാൻ സാധിക്കും. എല്ലാത്തിനും ഒരു സമയം അലോക്കേറ്റ് ചെയ്യുക. ഇപ്പൊ സൺഡേ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യുക. പിന്നെ ട്രാക്ക് പ്രോഗ്രസ്. ഒരു ദിവസം കുറെ സാധനങ്ങൾ നമ്മൾ അക്കോംപ്ലിഷ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യുക. ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പൊക്കിയിട്ടേ ഇത് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക, ഗുഡ്, യു ഡിഡ് വെൽ എന്നൊന്ന് പറയുക. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക.
ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ, നല്ലൊരു അക്കംപ്ലിഷ്ഡ് ഫീലിംഗ് ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഞാൻ എൻ്റെ ടോക്ക് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആലിസ് താങ്ക് മാം. യു ഉഷ. താങ്ക് യു. മാം പറഞ്ഞിട്ട് ഒരു ഡൗട്ട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് പറയാം. ആ നമ്മുടെ വാട്സാപ്പിലൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ, ഫോണില് വേറെ എവിടെയോ പോയി കിടക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ ചെയ്ത് കളയാ? മാം അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പൊ വാട്സാപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് വാട്സാപ്പ് തുറക്കുമ്പോൾ നമുക്ക് ഈ മേളില് മാമിന് കാണാവോന്ന് എനിക്കറിയില്ല. ഇത് ഇവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട് ഇവിടെ. ഉം. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റിങ്സ് വരും. ഉം. നമ്മുടെ കണ്ണാടി വെക്കാം. ആ പെട്ടെന്ന് സെറ്റിങ്സില് വാട്സാപ്പ്. താഴെ പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് ഡാറ്റ കാണാവോ? അക്കൗണ്ട്, പ്രൈവസി, അവതാർ, ലിസ്റ്റ്, ചാറ്റ്, നോട്ടിഫിക്കേഷൻ, സ്റ്റോറേജ് ഡാറ്റ. നോട്ടിഫിക്കേഷന്റെ താഴെയാണ്. സെറ്റിങ്സിൽ പോണം അല്ലേ? ആ 3 ഡോട്ട്സ് ആദ്യം ആ നോക്കുക. 3 ഓക്കെ. ഡോട്ട്സിൽ പോയി കഴിയുമ്പോഴത്തേക്കും സ്റ്റോറേജ് ഡാറ്റ കാണുമോ അവിടെ? ഇല്ല, എന്റെ 3 ഡോട്ട്സിൽ താങ്ക് യു അമീനത്ത്. സെലക്ട് ചാറ്റും റീഡ് ഓളും ആ മാം അതൊന്ന് എന്നെ ഇത് സ്ക്രീനിലേക്ക് ഒന്ന് കാണിക്കാവോ? സെറ്റിങ്സ് എടുത്തു കഴിയുമ്പോ അല്ല മാം അത് വരണില്ല കേട്ടോ. മാം കാണിക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് സ്ക്രീനിലേക്ക് തെളിയണില്ല. ഇത് ചാറ്റുകളല്ലേ? സെറ്റിങ്സ് എടുക്കണം മാഡം. ഇവിടുത്തെ ഐഫോൺ ഐഫോൺ ആണ്. മാമിന്റെ ഐഫോൺ ആണോ? ആ ആ ആ ഇപ്പൊ ശരിയാക്കി തരാം. സെറ്റിങ്സ് നോക്കൂ എടുത്തു. മക്കളെ. മാം സെറ്റിങ്സിലുണ്ടല്ലോ വന്നിട്ട് നമ്മള് താഴെ വരാവോ? താഴെ വന്നിട്ടേ അപ്ഡേറ്റ്. ആ മാം ഇതിപ്പോ ഞാൻ ഈ ചാറ്റ്സിൽ നിൽക്കുമായിരുന്നു ഞാനിപ്പോ. കാണുന്നുണ്ടോ ആ മാമെ? ചാറ്റ്സിലാണ് ഞാൻ നിന്നത്. എന്നിട്ട് അതെ. അടിയിൽ വന്നിട്ടാണ് ഇവിടെയാണ് സെറ്റിങ്സ് ഉള്ള ഗിയർ കാണുന്നുണ്ടോ? ഗിയർ, അതെടുത്തു ദേ. ആ ഗിയർ എടുക്കുക. ഗിയർ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിലേക്കാ വന്ന് നിൽക്കുക. ഇത് കണ്ടോ? രഞ്ജിനി ഇങ്ങനെ ലിസ്റ്റ് ആ അങ്ങനെ കാണാവോ മാമിന്? ലിസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്, സ്റ്റാർ മെസ്സേജ്, ലിങ്ക്ഡ് ഡിവൈസ് ആ കണ്ടോ? അതിന്റെ ഉവ്വ. താഴെ നോക്കിയേ അക്കൗണ്ട്, പ്രൈവസി, ചാറ്റ്സ്, നോട്ടിഫിക്കേഷൻസ്, സ്റ്റോറേജ് ഡാറ്റ. ഇതാണ് അതെ. നമുക്ക് കാണേണ്ടത്. ആ അപ്പൊ അത് സ്റ്റോറേജ് ഡാറ്റ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ക്ലിക്ക് ചെയ്തു. എന്നിട്ട് മാനേജ് സ്റ്റോറേജ് ഏറ്റവും ആദ്യത്തെ സാധനം ക്ലിക്ക് ചെയ്തേ. മാനേജ് സ്റ്റോറേജ്. ഓക്കെ. എന്താ വരുന്നത് അവിടെ? 0 KB എന്നുണ്ട്. പിന്നെ മാമിന്റെ ഇതില് സ്റ്റോറേജ് ഒന്നും ഇല്ലല്ലോ. ലാർജർ ദാൻ മാം ഞാൻ 5. ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 0 KB ആട്ടോ. ഡിലീറ്റ് ചെയ്യണ ഇനിയിപ്പോ. ഞാൻ മാം ഡിലീറ്റ് ഇതിൽ ചെയ്യാൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയോ? താഴേക്ക് വന്നേ. അതില് സ്റ്റോറേജ് ലാർജർ ദാൻ ഡീറ്റെയിൽസില് 5 MB ഉണ്ട്. എന്തോ ലാർജർ ദാൻ 5 MB. ലാർജർ ദാൻ 5 MB ഒന്ന് തൊട്ട് നോക്കിക്കേ. അതില് എത്ര GB ആണ് കിടക്കുന്നത് അവിടെ? കണ്ടോ? എനിക്ക് 11 GB ഉണ്ട് മാം. ഇത് കണ്ടോ? അപ്പൊ അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ ഉണ്ട് 15 GB. അതിൽ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് 10 10 GB. ഇത് കണ്ടോ? ഇത്രയും സാധനങ്ങൾ എന്റെ ഇതിൽ ഇങ്ങനെ നിറഞ്ഞങ്ങോട്ട് കിടക്കാണ്. ഇതിൽ എന്ത് ചെയ്യണം എന്നറിയോ? മൊത്തം സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ സൈഡിൽ നിന്ന് സെലക്ട് പറയാൻ പറ്റും. ഇത് കണ്ടോ? ഇവിടെ സെലക്ട് കണ്ടോ മാം? സെലക്ട് ഉണ്ട്. സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഇവിടെ സെലക്ട് ആളുണ്ട്. സെലക്ട് ഓൾ കൊടുത്തിട്ട് ഒറ്റ ഡിലീറ്റ് നമുക്ക് വേണേൽ പറയാം. പക്ഷെ വെയിറ്റ്, മാമിന്റെ മോളുടെയും മക്കളുടെയും അങ്ങനെ ഫാമിലിയിൽ നിന്നൊക്കെ വന്ന സാധനം കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് മെല്ലെ ഇവിടെ നിന്ന് തൊട്ട് തൊട്ട് ഒന്നൊന്നായിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. സെലക്ട് ഓൾ പറയണ്ട നമ്മള് കേട്ടോ മാം. ഇവിടുന്ന് ഓരോന്ന് തൊട്ട് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി. ഞാനൊക്കെ സെലക്ട് ഓൾ കൊടുത്തിട്ട് ഒറ്റ ഡിലീറ്റ് ആണ് പറയാറുള്ളത്. അതാണ് എനിക്ക് എളുപ്പം. ഓരോന്ന് നോക്കാനാണ് അത്രയും സമയം പോവില്ലേ. അല്ല, ഇത് കുറച്ച് മുമ്പ് നമുക്ക് വാട്സാപ്പിൽ ഒരു വീഡിയോ വന്നായിരുന്നു. എങ്ങനെയാണ് നമ്മള് ഫോണിന്റെ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കളയണേ, ഡീക്ലട്ടർ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഞാൻ കുറച്ചാൾ ചെയ്താണ്ട് പിന്നെ ആ വീഡിയോ കാണാനില്ല. അപ്പൊ ഞാൻ മറന്നുപോയി എങ്ങനെയാ ചെയ്യണേന്ന്. ഇത് ഇങ്ങനെയാ മാം ഇതിലേക്ക് പോകേണ്ടത്. ഇങ്ങനെ പോയിട്ട് അതുപോലെ അതിന്റെ തൊട്ട് താഴെ ഒരു സാധനം കൂടി ഉണ്ട്, ഫോർവേഡഡ് മെനി ടൈംസ്. കുറേ ഫോർവേഡ് ചെയ്ത് പല തവണ പല കോപ്പി നമ്മുടെ അടുത്ത് കിടക്കുക. അത് സുഖമായിട്ട് ഡിലീറ്റ് ചെയ്യാട്ടോ. അവിടെ നമുക്ക് ഒരുപാട് കോപ്പീസ് വന്ന് കിടക്കുന്നുണ്ട്.
ഇതൊക്കെ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സ്പേസ് കിട്ടും മാമിന്. അതുപോലെ തന്നെ അതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ ഓരോ ഗ്രൂപ്പ് വൈസ് എത്ര വന്ന് കിടക്കുന്നുണ്ടെന്ന് കാണാം. ഇപ്പൊ എന്റെ ഒരു ഗ്രൂപ്പിൽ 5 GB വന്ന് കിടക്കുന്നുണ്ട്, ഒരു കാര്യമില്ല, അത് അങ്ങനെ തട്ടാം. പിന്നെ അച്ചൂട്ടന്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്ന് കിടക്കുന്നുണ്ട്, സ്കൂളിലത്തെ ഒരു ഗ്രൂപ്പ്, അതിലൊരു 4 GB കിടക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് കളയാം. ഇതൊക്കെ എനിക്ക് വെറുതെ പ്രചോദനം കിടക്കുന്നുണ്ട്, ഒരു 700 MB, അത് ഞാൻ കളയൂല, അത് അവിടെ തന്നെ വെക്കും. അപ്പൊ ഓക്കെ, ഇതിനകത്ത് നമ്മൾ അതെനിക്ക് 13 GB കാണണേ, അപ്പൊ നമുക്ക് 15 ഉള്ളൂ അല്ലേ? ആ, അല്ലല്ല 20 അല്ലേ മാം? അല്ലല്ല, ആ, അത് 15 നമ്മുടെ ജിമെയിലാ, ജിമെയിലിന്റെ അത് ജിമെയിലിന്റെ. അതെ. ഓക്കെ ഓക്കെ. അതാണ് ആലിസ് അതെ അതെ. മാഡം ഉഷയുടെയും കോൺവെർസേഷൻ ഞങ്ങൾ ചാറ്റിൽ ഒത്തേക്കപ്പോ അത് 12 GB ഉണ്ടായിരുന്നു. ഓ, അത് ശരി, അത് ശരി. ആ ആ ആ എന്നിട്ട് പിന്നെ നോക്കിയാണ് ഡിലീറ്റ് ചെയ്തത്. എന്തായാലും ഓക്കെ. ചേച്ചി വളരെ എന്താ പറയണ സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് ഇത് വീണ്ടും യൂട്യൂബിൽ കേട്ടിട്ട് എന്താ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്കത് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഇത് കേട്ടിരുന്ന ഓരോരുത്തർക്കും താങ്ക് യു, ഇതെന്തായാലും ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്ക് യു സോ അതന്നെ, മച്ച്. ഇപ്പൊ നമ്മളിപ്പോ ഇത് വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യുമല്ലോ, അപ്പൊ നമുക്ക് ഇത് ഒന്നും കൂടി കേട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതെ ചിലപ്പോൾ അതെ മറന്നു നോട്ട് ചെയ്ത് തീർച്ചയായിട്ടും, വെച്ചിട്ടുള്ളത്, പക്ഷെ അത് തീർച്ചയായിട്ടും. അത്ര നമുക്ക് ഒന്നും കൂടി കേട്ട് കഴിയുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുള്ളൂ ജിമെയിലിൽ പോണത്, അതെ ജിമെയിലിന്റെ അതെ കളയണത്. മാം, ഇത് പലതവണ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു സ്കില്ലാണത്. നമുക്ക് പഠിച്ചു. പഠിച്ചെടുക്കാൻ കഴിയും, ആർക്കും വേണമെങ്കിൽ പറ്റും കേട്ടോ. 90-ാമത്തെ വയസ്സിലാണ് ഷമ്മി കപൂർ കമ്പ്യൂട്ടർ പഠിച്ച് പുള്ളി പിന്നെ അങ്ങ് എൻജോയ് ചെയ്യായിരുന്നു. സോറി, 90 വയസ്സിലാണ് പുള്ളി ഇന്റർവ്യൂ തന്ന്, 60 വയസ്സിൽ പുള്ളി പഠിക്കാൻ തുടങ്ങിയെന്ന്. എന്നിട്ട് 30 കൊല്ലം പുള്ളി ഹാപ്പി ആയിരുന്നു, പുള്ളി കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് എല്ലാം കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന. എന്തൊരു ഹാപ്പി ആയിരുന്നു. സൂര്യ കൃഷ്ണമൂർത്തി ആയിരുന്നു അന്ന് ഞാൻ പുള്ളിയെ ഇന്റർവ്യൂ ചെയ്ത്. അന്ന് അങ്ങനെ 90 വയസ്സുണ്ടായിരുന്നു, മരിച്ചുപോയി പാവം. പക്ഷെ ഞാൻ പറയുകയാണ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. നമ്മൾ വിചാരിച്ചാൽ, മനസ്സ് വെച്ചാൽ പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ആവശ്യം തോന്നിയ ആവശ്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും അല്ലേ? അതെ, അനിത കഴിഞ്ഞ എക്സാക്ട്ലി. പ്രാവശ്യം വന്നപ്പോ ഇതൊക്കെ ചെയ്ത് എന്താ, എന്നിട്ട് ഞാൻ പിന്നെ ചോദിച്ചോ പറഞ്ഞു, അതെ അന്ന് ഞാൻ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ അല്ല ഓക്കെ. ശരിക്കും ചേച്ചി ഇത്രയും എന്താ പറയണ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞപ്പോ ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും, അതായത് ഇപ്പോ ടെക്നിക്കൽ ഫ്രണ്ട്ലി അല്ലാത്തവർക്കും, ഇപ്പൊ അതെ എന്റെ പാരന്റ്സ് വരെ ഇതിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് അച്ഛനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് കാരണം യു സോ മച്ച്. അവർക്കൊക്കെയും കാരണം ഈ ഇതിലൂടെ ഫോളോ ചെയ്തിട്ട് അവർക്ക് സ്വന്തമായിട്ട് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും. താങ്ക് യു. അതുകൊണ്ടാണ് ആലിസ് മാഡം അത്രയും സ്പിരിറ്റോട് കൂടി വാട്സപ്പിലെ കാര്യം കൂടി ചോദിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ താങ്ക് യു ഇനി മാം. കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ നമുക്ക് പറയാം. നമ്മൾ 10 മണി വരെയാണ് പറഞ്ഞിരുന്നത്, 2 minutes കൂടെ ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. ഒറ്റ